ഡയറക്റ്റ് കട്ട് വേണ്ട അടിപൊളി റിയാക്ഷൻ ചേട്ടാന്നൊക്കെ പറഞ്ഞപ്പം ഒറിജിനൽ ചോദിച്ചാൽ പിന്നെ റിയാക്ഷൻ വരാതിരിക്കൂടാന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ ഈ നോക്കിയിട്ട് നീ ഒറിജിനലാണോ തന്നേന്ന് ചേട്ടൻ ചോദിച്ചാൽ ഞാൻ പറഞ്ഞില്ല അവാർഡ് ഉറപ്പോ നോക്കിയോന്നൊക്കെ ഞാൻ ഓടി എന്നിട്ട് ചവർക്കുണ്ട് കേട്ടോ. ആട്ടുംകാട്ടത്തിന് പിന്നെ അവലൂസിനോട് രുചി ഉണ്ടാവില്ലല്ലോ. എൻ്റെ അറിവിൽ എനിക്ക് അന്ന് ഇന്ന് ഒരു മാറ്റവും ഇല്ലാത്ത ക്യാരക്ടറിന് ഒരു മാറ്റവും ഇല്ലാത്ത ഒറ്റയാൾ ബേസിലായിട്ടാണ്. അപ്പോൾ പ്രണവായിട്ട് 3 പടം വർക്ക് ചെയ്ത് 3 ദിവസം അയച്ച് ഇപ്പോൾ 50 കോടിയിലോട്ട് കയറി. ഹൃദയം ഹിറ്റായിരുന്നു വർഷങ്ങൾക്ക് ശേഷം. ഇപ്പോൾ ഇതാ ഡേയ്സറേ ചേട്ടാ ഞാൻ അപ്പൂൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഹൃദയം വർഷങ്ങൾക്ക് ശേഷം വർക്ക് ചെയ്തിട്ടുണ്ട്. ലാലേട്ടൻ്റെ ഫ്ലാറ്റിൽ വന്നിട്ടുണ്ട്. അതോ മോനെ ഞാൻ പറയാം അതേന്ന് പറഞ്ഞു. ശരി മോനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇപ്പോൾ ഇറങ്ങിയ ഹൊറർ പടം രാഹുൽ സദാശ് സാറിൻ്റെ പടം വർക്ക് ചെയ്തു. ബാക്കിൽ നിന്ന് മോനെ എന്നൊരു വിളി ഞാൻ തിരിഞ്ഞു അപ്പു വിളിക്കണമെന്ന് പറഞ്ഞ് ഫോൺ തന്നു. അയ്യോ ഞാനത് എൻ്റെ രോമാഞ്ചൊക്കെ ഇങ്ങനെ കഴിയും. എനിക്ക് ഭയങ്കര അട്രാക്ഷൻ തോന്നിയൊരു സാധനം ഈ നമ്മളെ കൊത്തേര വാള ഡിക്ക് ഉപയോഗിച്ച ഒരു വാളും പിന്നെ ഈ ഒരു ഐറ്റം കലാപക്കാരി സോങ്ങിലെ ഒക്കെ ഉപയോഗിച്ചൊരു വാള അത് എനിക്ക് ഭയങ്കര കണ്ടാ ഒറിജിനലായിട്ട് തോന്നുന്നു. വർക്ക് ചെയ്തതിൽ ഏറ്റവും കൂടുതൽ ഡീറ്റെയിൽ തന്ന ആറായിട്ട് അൽഫോൺസ് മൂസനാണ്. ഗോൾഡിന് വേണ്ടി ഗോൾഡിന്റെ സ്പീക്കർ ഇവിടെ ഇരിപ്പുണ്ട്. ആ ബോക്സ് ആണ് ഇതായിരിക്കുന്ന ബോക്സ്. ആ ബോക്സ് ഇതാണ് ആ സ്പീക്കർ. ഇത് വർക്കിംഗ് ആണോ അതോ? ഞാൻ പറയില്ല, ഞാൻ ലൈഫിൽ വിചാരിച്ചതല്ല മച്ചാ ഈ ഒരു ഫീൽഡിൽ വരുമെന്നോ ഇങ്ങനെ ആവുന്നൊന്നും ഞാൻ വിചാരിച്ചല്ല. ഞാൻ ശരിക്കും മെറിലാൻഡിൽ പുല്ലുവെട്ടാൻ പോയൊരു വ്യക്തിയാണ്. ഞാൻ അങ്ങനെ അവിടെ നിന്ന് കയറി വന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ അച്ഛൻ കാർപ്പൻ്ററാണ്, മരപ്പണിയാണ്. അച്ഛനോടെ കുറച്ചു കാലം പോയി. അപ്പോൾ അച്ഛൻ പറഞ്ഞ നിനക്ക് നിന്റെ ഇഷ്ടത്തിന് ഇവിടെ ശരിയാവില്ല, അച്ഛന് നഷ്ടമാണ്. ഞാൻ പണിക്ക് പോയിട്ട് അങ്ങനെ പഠിച്ചിട്ടൊന്നുമില്ല അങ്ങനെ ഇതിന് ആർട്ടോ അങ്ങനെ വരയ്ക്കാനോ ഇതൊന്നും എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു നീമ്പോടെ ക്ലിപ്പ് വെളിയിലാക്കുന്നത് അതെ ഞാൻ റെക്കോർഡ് ചെയ്യണത്. എന്താ ഈ വിനീത് ശ്രീനിവാസൻ സിനിമകളിൽ കൂടുതൽ കയറാൻ കാര്യമുള്ളത്? ശരിക്കും ഷൂട്ടാണെന്ന് അറിയില്ല, ഒരു ഫാമിലി പോലെ അത്ര ഒരു വൈബാ. അപ്പൂന്റെ കല്യാണത്തിന്റെ ഒരു ഫോട്ടോ നമ്മൾ എന്റെ തോളിൽ എല്ലാവരും കൂടെ തോളിൽ കയറ്റിട്ടുണ്ട്. ഫോട്ടോ സസ്പെൻസ് വിളിച്ചപ്പോഴേ പിന്നെ അമ്മോ വിളിച്ചാന്ന് എല്ലാവരും എന്നെ പൊങ്കാലിട്ട് എന്ത് പറഞ്ഞു വിനീതേട്ടൻ? അവനെനിക്ക് അറിയാതെ പറ്റിപ്പോയി സോറി എന്ന് പറഞ്ഞു. കലിപ്പാവും പുള്ളിക്കാരൻ. ഈ നമ്മുടെ ഇപ്പം അത്രയും പേഴ്സണൽ ആയിട്ടൊരു സ്ഥലമായിരിക്കുമല്ലേ റൂം എന്നൊക്കെ പറയാം. അപ്പൊ ഇതിങ്ങനെ എല്ലാവരും ഒന്ന് സ്ക്രീൻ ചെയ്യാൻ അല്ലെങ്കിൽ വീഡിയോ എടുക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നം? നമുക്ക് സന്തോഷമല്ലേ, കാരണം ഇതിപ്പോ എന്തായാലും വേറൊരാൾ കാണുമ്പോൾ ഇവന് വട്ടാണെന്നേ പറയുള്ളൂ. ടീമൊക്കെ ഉണ്ട്. എനിക്ക് പറ്റിയ അബദ്ധം വിദ്യാഭ്യാസത്തിന്റെ ഒരു പ്രശ്നം ഭയങ്കര ഇതായിരുന്നു. എഴുത്ത് പരിപാടി കാര്യങ്ങൾ എനിക്ക് അത് ഭയങ്കരമായിട്ട് പ്രശ്നമുണ്ട്. ഞാൻ 10 വരെ പഠിച്ചിട്ടുണ്ടായിരുന്ന പോലും എഴുത്ത് പരിപാടി എനിക്ക് പറ്റൂല. ഇത് പെങ്ങളെ വച്ചാ ഋഷിദേവ്. ഇവന് പേരിട്ട് ദാസിപുരിയ. പിന്നെ പെങ്ങൾക്ക് ജോലി വാങ്ങിച്ചു കൊടുത്തത് മമ്മൂക്കയാണ് എൻ്റെ മിസ്സിലെ. ഹായ് ഹലോ നമസ്കാരം. നമ്മൾ ഇന്നിവിടെ വന്നിരിക്കുന്നത് ആർട്ട് ഡയറക്ടറും സിനിമയിലെ സെറ്റ് അസോസിയേറ്റുമായിട്ടുള്ള പ്രശാന്ത് അമരവിള എന്ന ആളുടെ വീട്ടിലാണ്. അപ്പം നമ്മൾ ഈ കാണുന്നത് പോലെ തന്നെ അതിമനോഹരമായിട്ടാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. പ്രശാന്ത് ഏട്ടാ. യെസ് ഓക്കെ നമസ്കാരം. ഇത് എന്ത് പരിപാടി ചെയ്ത് കൊള്ളാം, ഒന്നും പറയണ്ട. അപ്പം നമുക്ക് പുതിയ സിനിമകളുടെ വിശേഷങ്ങൾ നമുക്കറിയണം എന്നുണ്ട്. ഇറങ്ങാനുള്ള ദിലീപേട്ടന്റെ പടം. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പം ഡീസറയില് ചെയ്തിട്ടുണ്ട്, സെറ്റ് അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്തിരുന്നത്. അപ്പൊ നമുക്ക് അത്തരം സിനിമകളുടെ നമുക്ക് വിശേഷം അറിയണം എന്നുണ്ട്. അതുപോലെ നമുക്ക് തന്നെ ഈ വീട് മൊത്തത്തിൽ ഒന്ന് കാണണം എന്നുണ്ട്. കാണാലോ. ഓക്കെ, നമുക്ക് എന്നാ പിന്നെ തുടങ്ങിയാലോ? ഉറപ്പായിട്ടും. ഓക്കെ, നേരെ ആയിക്കോട്ടെ. അപ്പം എല്ലാ ദൈവങ്ങളും ഉണ്ടല്ലോ, ഗണപതി, ബുദ്ധൻ. ബുദ്ധനാണെന്ന് തോന്നുന്നു കൂടുതലും ബുദ്ധൻ സമാധാനത്തിന്റെ ആളല്ലേ. ഒരു വീട്ടിലേക്ക് എന്തിനാണ് മനുഷ്യ ഇത്രയും കല്ലുകള്? ഇതിപ്പം ഒരു വീട്ടിലില്ലാത്ത സാധനങ്ങളായി ആട്ടുകല്ലൊക്കെ എല്ലാവരും കളയുന്ന സാധനങ്ങളാണ്. അപ്പൊ ഞാനത് കൊണ്ടുവന്ന് അമ്മിയായാലും നിന്റെ വീട്ടിൽ മച്ചാന്റെ വീട്ടിലുണ്ട്. ഇപ്പൊ ഈ സാധനമുണ്ട്, അമ്മി കാണും, വിരൽ കാണൂല. അമ്മയുടെ വീട്ടിലുണ്ട്, ഇവിടെ ഇല്ല. ഇപ്പോൾ ഉള്ള തലമുറകളൊന്നും അത് യൂസ് ചെയ്യില്ല. അങ്ങനെ അത് സൂക്ഷിച്ചു വെക്കുക. അതുകൊണ്ട് അങ്ങനെ സൂക്ഷിച്ചു വയ്ക്കും. പരിപാടിയില്ല, വെറുതെ വീട്ടിൽ നിൽക്കുമ്പോൾ നേരം പോക്ക്. അപ്പൊ ഈ സംഭവം ഫുള്ള് എങ്ങനെയാ അതിന്റെ പരിപാടി? ഇത് ചെടി പടർത്തി കെട്ടിയെടുത്തതാ. ഇങ്ങനെ ഓരോന്ന കയറ് ഇങ്ങനെ എല്ലാം കണ്ട പ്ലാസ്റ്റിക് റോപ്പായിരുന്നു. ഇതെല്ലാം ചേട്ടൻ സ്വന്തമായിട്ട് ചെയ്യുന്ന? അതെ അതെ. ഓക്കെ, വീട്ടുകാരാണ് നോക്കുന്നത്, ഞാൻ അവിടെ ഇല്ലാത്തപ്പോ. ഈ കുപ്പി ഓൾഡ് ബാങ്കിന്റെ ഇത് അറിയിപ്പെന്ന് തുടങ്ങിയ പടം ഡൽഹിയിൽ നിന്ന് ഞാൻ കൊണ്ടുവന്നേ. ചായയുടെ ഇതൊക്കെ വർഷങ്ങൾക്ക് ശേഷമാണല്ലോ എല്ലാം. അതും വർഷങ്ങൾക്ക് ശേഷം ആണല്ലേ. ഏത് രംഗത്താന്ന് അല്ലെങ്കിൽ ഏത് സീനിലാന്ന്? അല്ല, അത് ചെന്നൈ അവിടുത്തെ പഴയ ഗ്രാമം കാണിക്കുമ്പോൾ. അപ്പൊ ഇവിടെ നിന്നാണോ ഇവിടെ ചായയും പരിപാടിയും? നൈറ്റ് ഫുഡ് കഴിക്കുന്നത് ഇവിടെ തന്നെ എല്ലാവരും, അച്ഛനായാലും നമ്മളെല്ലാവരും. വീണ്ടും ഒരു ബുദ്ധൻ. ഇതൊക്കെ മേടിക്കുന്നതാണോ? ഇതൊക്കെ മേടിക്കുന്നത്. ബാക്കി ഇവിടെ ഇരിക്കുന്ന സാധനങ്ങളല്ല ഇതൊക്കെ മേടിക്കും. പറയ വന്ന കുടിവെള്ളത്തിനായാലും. ഓക്കെ, ഏത് സമയത്തും വന്നാൽ നിങ്ങളുടെ വീട്ടിൽ വന്നെങ്കിൽ വെള്ളം ചിലർ വീട്ടിൽ നിന്ന് മേടിച്ച് കുടിക്കാൻ. പിന്നെ കുറെ ഷീൽഡിലുണ്ട് നമ്മളെ വർക്ക് ചെയ്ത് അങ്ങനത്തെ കുറെ പരിപാടികളുണ്ട്.
ഇത് ചെയ്ത പടങ്ങളെ ഷീൽഡ് പരിപാടി. പിന്നെ പൊതുവെ എങ്ങനെയാണോ അരവിന്ദൻ്റെ അതികൾ, നാത്താൻ കേസർ, കുഞ്ഞിരാമയാണ്, പിന്നെ ജോസഫ്, പിന്നെ ഇങ്ങനത്തുള്ള കുറച്ച്. ഈ കുമ്പളങ്ങി നൈറ്റ്സ് ആണ് അതിന്റെ ഏറ്റവും ഹൈലൈറ്റ് സാധനം. പങ്കായം ചെയ്തേക്കുന്നത്. പിന്നെ കുറച്ച് ഓർമ്മയ്ക്ക് കുറച്ച് ഫോട്ടോസും നമുക്ക് വേണ്ടപ്പെട്ട കുറച്ച് ടീമായിട്ടുള്ള എല്ലാരെയും വെച്ചിട്ടില്ല. ഇത് പെങ്ങളെ വെച്ച ഋഷിദേവ്. അവന് പേരിട്ട് താസിപുലിയ ഋഷിദേവ്. അടിപൊളി. പിന്നെ പെങ്ങൾക്ക് ജോലി വാങ്ങിച്ചു കൊടുത്തത് മമ്മൂക്കയാണ് ഫിലിംസില്. പുള്ളിക്കാരെ സ്റ്റാർ പടം ഇപ്പൊ മമ്മൂക്ക അടുത്ത് പറഞ്ഞ അങ്ങനെ. ഇതിനകത്ത് മെയിൻ ആളുടെ പടം ഇല്ലല്ലോ, പ്രണവ്. ഇവിടെ ഉണ്ടല്ലേ? ഉണ്ട് ഈ 3 പാട്ട് ഞാൻ നമ്മളെ ടീമിന്റെ ഉണ്ട്. നമ്മൾ ഏറ്റവും കൂടുതൽ നിങ്ങളുടെ പടം സോളോ പ്രണവിന്റെ സോളോ കാണും. ഇതായിരുന്നല്ലേ മുടിയൊക്കെ വളർത്തിയുള്ള പോലെ? ഇത് അരവിന്ദന്റെ അതികൾ ആ സമയത്തുള്ള. ഇതെല്ലാം ചേട്ടന്റെ കലാവിരുദ്ധങ്ങളാണ് ഈ? അതെ പെയിന്റും പരിപാടി അങ്ങനെയൊക്കെ ഉള്ളത്. ചേട്ടന്റെ റൂം എവിടെയായിരുന്നു? അപ്പൊ ഇതല്ല, അത് മേലെ ഇങ്ങോട്ട് പോവാം. നമുക്ക് മേലോട്ട് പോവാം. ആയിക്കോട്ടെ. അപ്പൊ പ്രശാന്ത് ഏട്ടാ, ഞാൻ കുറച്ച് ഫോട്ടോസ് കാണിക്കും. അത് പ്രശാന്ത് ഏട്ടൻ എന്റെ ഫീൽഡിലുള്ള കുറച്ച് ഫോട്ടോസാണ്. അപ്പൊ അത് ഏത് സിനിമയായിരുന്നു, ആ സിനിമയുടെ ആ സമയത്തുള്ള കഥ എന്തായിരുന്നു എന്നുള്ളതൊന്ന് ജസ്റ്റ് ഒന്ന് പറയാം. ഓക്കെ. അപ്പോൾ ആദ്യത്തെ ഫോട്ടോ എന്ന് പറയുന്നത് ഇതാണ്. ഇത് വർഷങ്ങൾക്ക് ശേഷം. കാരണം ഈ ഫോട്ടോ എടുത്തത് നമ്മളെ ക്രൂ ആയിട്ട് എല്ലാവരും ഫോട്ടോ എടുത്തോണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എല്ലാവരും ഫോട്ടോ എടുത്തപ്പോൾ എല്ലാവരും വിനീതത്തെ ഇങ്ങനെ നിന്നെടുത്തു. എന്നെ കണ്ടപ്പം ഇത് നമ്മുടെ ആ ചെക്കനല്ലേ എന്ന് പറയുമ്പോൾ തോളിൽ കൂടെ ഇങ്ങനെ കെട്ടിയിട്ട് പിടിച്ചൊരു സാധനം. ആരെ ഫോട്ടോ എടുത്തായിരുന്നു? ഇത് നമ്മളെ വിജിത് ധർമ്മടാണെന്ന് തോന്നുന്നു. ക്യാമറ ആൻഡ് സ്റ്റിൽ ഫോട്ടോഗ്രാഫർ ധർമ്മട. അവ എടുത്ത ഫോട്ടോ വർഷങ്ങൾക്ക് ശേഷം. അതെ വർഷങ്ങൾക്ക്. അടിപൊളി. ഇത് ഇപ്പൊ കണ്ടു കഴിഞ്ഞാൽ തോന്നുന്നു നിങ്ങള് ഭയങ്കര ഭീകര കമ്പനിക്കാര് രണ്ടുപേര് നിന്ന്. ശരിക്കും ഷൂട്ട് ടൈമിൽ ഇത്ര അല്ലാതെ നമ്മൾ പിന്നെ ഡെയിലി വിളിക്കുക, മെസ്സേജ് അങ്ങനെയൊന്നും. എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ വിനീതം വിളിക്കാറുണ്ട്. ഇപ്പോൾ ട്രിവാൻഡ്രത്ത് വന്നപ്പം വിളിച്ചു. അങ്ങനെയൊക്കെ ഉള്ളത്. എനിക്ക് തോന്നുന്നു ഇപ്പം പ്രശാന്ത് തന്നെ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളാണ് വിനീതം. ഒരു രക്ഷയില്ല. അത് വേറൊരു മൂടാണ്, ഒരു മാജിക് തന്നെ എപ്പോഴും പറയുമ്പോൾ. ഇത് കിങ് ഓഫ് ഫ്രൂട്ടാ. ഇത് ഷൂട്ട് നടക്കുന്ന ടൈമില് ലൈറ്റ് പോവാറായി. അപ്പോൾ എൻ്റെ അടുത്ത് കുഞ്ഞിക്ക വിളിച്ചിട്ട് പറഞ്ഞിട്ടാ ഇന്ന് ഫൈറ്റ് നടക്കും. അപ്പോൾ ഞാൻ പറയും ഇന്ന് എന്തായാലും ഫൈറ്റ് നടക്കൂല, ലൈറ്റ് പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ ചിരിച്ചതാ പുള്ളി. എന്നിട്ട് ഇത് പുള്ളി ഇതേപോലെ ഡയറക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു ഇന്ന് നടക്കൂലെന്നാണ് അമരവള പറയണതെന്ന് പറഞ്ഞു. ആ സമയത്ത് ആ സമയത്ത് ചിരി കിട്ടിയപ്പം സ്റ്റില്ല് എടുത്തതാണ്. SBK എടുത്ത സ്റ്റില്ലായത്. ഈ ബാക്കിലത്തെ ഡിഫൻഡർ പുള്ളിയുടെ ആണെന്നൊക്കെ ഉള്ളത്? ഇത് വേറെ രണ്ട്. ഇത് സൈഡിലൊക്കെ നമ്മൾ ചെയ്ത സാധനങ്ങളാണ്. സ്നോർക്കലൊക്കെ അടിച്ച. ഈ തലക്കെട്ട് പതിവാണോ? തലക്കെട്ട് ലൊക്കേഷൻ അങ്ങനെ ഒരു വർക്കിന് അങ്ങനെ ഉണ്ടാവും. എങ്ങനെയുണ്ട് DQ? എങ്ങനെയുണ്ട് പൊതുവെ? അടിപൊളിയാണ് കുഞ്ഞിക്ക. അടിപൊളി മനുഷ്യൻ. നമ്മുടെ അടുത്തൊന്നും ഒരു കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു എനിക്ക് ഏറ്റവും കിട്ടിയ ആ പടത്തിന് കിട്ടിയ ഏറ്റവും ഒരു എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഫോളോ ചെയ്തെന്ന് പറഞ്ഞില്ലേ, അത് ഭയങ്കര ഒരു ഞാൻ ഇൻസ്റ്റ എനിക്ക് കുറച്ച് റീച്ച് ആയതും അങ്ങനെയൊക്കെ. എനിക്ക് തോന്നുന്നു അകത്തിരിക്കുന്ന സാധനങ്ങളിൽ ഏറ്റവും കൂടുതൽ സാധനം കൊത്തയില. ഇച്ചിരി ടെറർ സാധനങ്ങളാണല്ലോ, ഫുൾ ക്യാമറ കത്തിയല്ല. അതെ അതെ. അടുത്ത സാധനം ഇതാണ് എനിക്ക് കുറെ ചോദിക്കണം എന്ന് വിചാരിച്ചുള്ള ചോദ്യം. കാരണം നിങ്ങളുടെ ഫീഡ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് പ്രണവ് മോഹൻലാലേ ഉള്ളൂ. ഏറ്റവും കൂടുതൽ പ്രണവ് മോഹൻലാലിന് അത്രയും കംഫർട്ടബിൾ ആയിട്ടാണ് പ്രണവിന്റെ. ഇതിന്റെ ഇത് ഇപ്പൊ ഇറങ്ങിയ ഹൊറർ പടം അവിടെ ഞാൻ പോയപ്പോഴാണ് ഞാൻ ഉണ്ടെന്ന് അവൻ അറിയുന്നത്. അപ്പോൾ ഓടി വന്ന് നമ്മൾ സംസാരിച്ച് അറിയാന്നുള്ളവരുണ്ടല്ലേ, അടിപൊളി അവൻ പറഞ്ഞു. പിന്നെ സ്ഥിരം വൈബ് പോലെ തന്നെ അവൻ്റെ മടി കിടന്നതിന് ഉറക്കം ഉച്ചയ്ക്കൊക്കെ വേറൊരു മൂടാ. അവൻ്റെ വർക്ക് ചെയ്യണത് വേറൊരു എക്സ്പീരിയൻസാണ്. പാടാ ഒരു ബന്ധമുണ്ട്. ഒരു ഭാഗ്യം. പിന്നെ എനിക്ക് ഏറ്റവും ഭാഗ്യം കിട്ടിയെന്ന് പറഞ്ഞാൽ ബബ്ബ ഷൂട്ട് കിടക്കുന്ന ടൈമിൽ എനിക്ക് ലാലേട്ടൻ്റെ ഇതിനെ വർക്ക് ചെയ്തിട്ടില്ല. അപ്പം ലാലേട്ടനെ കാണാൻ വേണ്ടി പരിചയപ്പെടാൻ വേണ്ടി വരില്ല. അപ്പോൾ ഞാൻ അപ്പൂൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഹൃദയം വർഷങ്ങളെ ശേഷം വർക്ക് ചെയ്തിട്ടുണ്ട്. ലാലേട്ടൻ്റെ ഫ്ലാറ്റിൽ വന്നിട്ടുണ്ട്. അതോ മോനെ ഞാൻ പറയാം അതേന്ന് പറയും. ശരി മോനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറയും ഇപ്പോൾ ഇറങ്ങിയ ഹൊറർ പടം രാഹുൽ സദാശ് സാറിൻ്റെ പടം വർക്ക് ചെയ്ത് പറയും. ആണോ? അപ്പോൾ എങ്ങനെ നന്നായിട്ട് ഞാൻ പറയും എനിക്ക് തോന്നുന്നു ഈ 2 പടത്തിനും ചെയ്തതിനേക്കാളും ഭയങ്കര ഡിഫറെൻ്റ് ആ പടത്തിൽ നിന്ന് എനിക്ക് കിട്ടി അവനെ. കാരണം ഒരു ഷോട്ട് എടുത്തിട്ട് വീണ്ടും മോണിറ്റർ പോയി നോക്കിയിട്ട് ഒന്നുകൂടെ ചെയ്തോട്ടെ എന്ന് ചോദിക്കുന്നതൊക്കെ ഞാൻ അവനിൽ നിന്ന് മാറ്റങ്ങൾ കണ്ടു എന്ന് പറഞ്ഞു. അപ്പം പുള്ളി മോനെ ഞാൻ രക്ഷപ്പെട്ടവൻ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു പോയി. കുറേ കഴിഞ്ഞിട്ട് ഷൂട്ട് കിടക്കുന്ന ക്ലൈമാക്സ് ഫൈറ്റ് എന്ന് നടക്കുന്ന ടൈമിൽ ബാക്കിൽ നിന്ന് മോനെ എന്നൊരു വിളി. ഞാൻ തിരിഞ്ഞു അപ്പു വിളിക്കണമെന്ന് പറഞ്ഞ് ഫോൺ തന്നു. അയ്യോ ഞാനത് എൻ്റെ രോമാഞ്ചമൊക്കെ ഇങ്ങനെ കേണിയിട്ട് പിന്നെ അവനോട് കുറേ നേരം സംസാരിച്ചു. പിന്നെ അതിന് ശേഷം എന്നെ ലാലേട്ട് അമരോള എന്നൊക്കെ എന്നെ വിളിക്കും. പോകുന്നിടത്ത് പോയി നാളെ കാണാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കമ്പനിയായി. അത് ഭയങ്കര ഒരു കാര്യമായി. ദൈവം സഹായിച്ച പടം ഇറങ്ങിയപ്പോഴും പറഞ്ഞതുപോലെ തന്നെ മാറ്റമുണ്ട്. കാരണം അവൻ്റെ കരിയറിലെ ഏറ്റവും മികച്ച അഭിനയമായിരുന്നു ആ പടം. അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായി ലാലേട്ടനാണ്. വലിയ കാണുമ്പോൾ ധൈര്യമായിട്ട് പറയാം ലാലേട്ടൻ വീട്ടിൽ എന്നിട്ട് പടം ഇങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കാമല്ലോ. ബബ്ബയിൽ ലാലേട്ടൻ എങ്ങനെ ഉണ്ടായിരുന്നു?
വേറെ ലെവലാ. ആ. പടം കാണണം, കണ്ടാലേ. ബബ്ബ ശരിക്കും എന്തായിരിക്കും? ബബ്ബ ശരിക്കും പറഞ്ഞാൽ ആ പടം ലോജിക്ക് നോക്കി ആരും കാണരുത്. ലാലേട്ടൻ തന്നെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. അതൊരു നമ്മള് തിയേറ്ററിൽ 200 രൂപ കൊടുത്താൽ അടിച്ചു പൊളിച്ച് ഇറങ്ങാൻ പറ്റിയൊരു പടം. അങ്ങനെ ലോജിക്ക് കുറ്റം കണ്ടുപിടിക്കാനാണെങ്കിൽ ഒരു സിനിമകൾ ഒരുപാടുണ്ടാവും. അതൊന്നും ഇല്ലാതെ നമുക്ക് ഹാപ്പിയായിട്ട് എൻജോയ് ചെയ്ത് ഒരു തെലുങ്ക് പടം കാണുമ്പോൾ ഇരിക്കും. ബബ്ബേന്ന് എടുത്ത സാധനങ്ങൾ എന്തെങ്കിലും മുകളിൽ കാണാൻ നമുക്ക് സാധിക്കുമോ? ബബ്ബേന്ന് കൊണ്ട് സാധനങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അത് ഇപ്പം പറയില്ല, പടം ഇറങ്ങിയിട്ടില്ല. ചെറുതായിട്ടെങ്കിലും. അല്ല, അതിന്റെ ഡയറക്ടർ നിമേഷ് ചേട്ടനായിരുന്നു. ഗംഭീരമായിട്ട് നിമേഷ് താനൂർ സെറ്റ് ഇട്ടിട്ടുണ്ട്. പിന്നെ അതിന്റെ ഡയറക്ടർ ധനഞ്ജയ് ശങ്കറാണ്, നമ്മുടെ കൂട്ടുകാരനാണ്. പിന്നെ കൂടെ വർക്ക് ചെയ്യുന്ന സുബിനുണ്ട്. അങ്ങനെ കുറേ നമ്മുടെ ടീം, ശ്യാം, കുറേ ഉണ്ട്, അനന്തു, റിച്ച്, അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. ഫുൾ നമുക്കറിയാന്നുള്ള ടീമായിരുന്നു. ലാലേട്ടൻ കുറച്ച് മാസ് പരിപാടിയൊക്കെയാണ് അതിൽ പടം നമ്മൾ കൂടുതൽ ഇപ്പം പറഞ്ഞാൽ അത് പിന്നെ തള്ളം വിചാരിക്കും. പക്ഷെ ആകുമ്പോൾ ഇറങ്ങുമ്പോൾ ലാലേട്ടൻ ഉണ്ടെന്ന് ലാലേട്ടൻ തന്നെ പറഞ്ഞല്ലോ. അപ്പം അങ്ങനെ ഒരു അടുത്തൊരു സാധനം ഹൈലൈറ്റ് ആണ്. ഇത് ബബ്ബ ലൊക്കേഷനിൽ എടുത്താണ്. ഇത് നമ്മളെ ദിലീപേട്ടൻ്റെ മാനേജർ, ദിലീപേട്ടൻ്റെ വലങ്കി അപ്പുണ്ണിച്ചേട്ടനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറയും എല്ലാവരും ഫോട്ടോ എടുക്കുമ്പോൾ തോളി കൈ ഇടുന്നു, ഇങ്ങനെ നിൽക്കും. ഞാൻ പറഞ്ഞു ഞാൻ ഒന്ന് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുത്തോണ്ടേ. അത് ഒരു ജന്മ കാലത്ത് അനുവദിക്കില്ല. ഞാൻ പോയി ഫോട്ടോ എടുക്കാൻ നിന്നത് എല്ലാവരും അലുമ്പാക്കി. എനിക്ക് മാത്രം ഉമ്മ കൊടുക്കാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര തർക്കമൊക്കെ അവരെന്നിട്ട് കളത്തിയതാ. ദിലീപേട്ടൻ പറഞ്ഞു അവനൊരു ആഗ്രഹമില്ല, ഉമ്മ തന്നോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഉമ്മ എടുത്തൊരു ഫോട്ടോയാണ്. അയ്യോ, പുള്ളിയുടെ അനുഭവത്തോടെ ഭയങ്കര ഒരു ഇതാ. അതിന്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനിയുള്ളൊരു സാധനം കുറച്ച് ചെളിയിൽ പുരണ്ട് കിടക്കുന്ന ഒരു പൊന്മാൻ. സംഭവം ഇത് വേറെ ലെവലായിരുന്നു ഈ പടം. അംബാനുമായിട്ട് ക്ലൈമാക്സ് ഫൈറ്റിന്റെ ഇടയിലാണ്. ആ ഫൈറ്റിന്റെ ഇതിന്റെ ക്യാപ്ഷൻ അതിനേക്കാളും കോമഡി. അതായത് സൂക്ഷിച്ചു നോക്കി ഒരാളെയും കൂടെ കാണാന്ന് പറയുന്നത് ഇതിന്റെ ബേസിൽ കിടപ്പുണ്ട്, കണ്ടുപോലും മനസ്സിലാവത്തില്ല. അത് നമ്മൾ ക്ലീൻ ചെയ്യാം. ഡെറ്റോൾ, അപ്പോൾ ആ ഡയറക്ടർ ആണല്ലോ ഡയറക്റ്റ് ചെയ്ത പടം. അപ്പോൾ അതിൻ്റെതായ ഒരു ഇതുണ്ടാവുമല്ലോ. നമ്മൾ ഇറങ്ങി ഡെറ്റോളൊക്കെ ഇട്ട് കഴുകി അതിനകത്ത് ഓരോ ചെറിയ കല്ലുകൾ പോലും നമ്മൾ രാത്രി 2 മണിക്ക് ക്ലീൻ ചെയ്ത്, റിയൽ ചെളിയാണ് അതൊക്കെ. നല്ല ഇതാണ്. അങ്ങനെ കഷ്ടപ്പെട്ട ഒരു സിനിമ. അതിൻ്റെ ഒരു ഔട്ട് കിട്ടിയപ്പോൾ ഒരുപാട് സന്തോഷമായി. ജോയിച്ചേട്ടൻ കുറെ മെനക്കെട്ടം തോന്നില്ല. സാനുക്കായിരുന്നു ക്യാമറാമാനും, സാനു ചേട്ടൻ, എല്ലാവരും. ഡയറക്ടർ തന്നെ ഡയറക്ടർ ആകുമ്പോഴത്തേനുള്ള പ്രഷർ ഉണ്ട്. നല്ല പണിയുണ്ട്, നല്ല പ്രഷറുണ്ട്. കാരണം നമ്മൾ ആ ഡയറക്ടറിൻ്റെ മനസ്സിൽ തോന്നുമ്പോൾ നമ്മളത് ചെയ്യണമല്ലോ. അങ്ങനത്തെ. പിന്നെ ജോയിച്ചേട്ടനായിട്ട് ജോയിച്ചേട്ടൻ നമ്മളെ പൊളിക്കും. പുള്ളി അടിപൊളി. നമ്മളെ ആവശ്യത്തിന് പുള്ളി തെറ്റുണ്ടെങ്കിൽ തെറ്റെന്ന് ഓപ്പണായിട്ട് പറയുന്ന ഒരാളാണ്. എന്നാ പിന്നെ നമുക്ക് മെയിൻ കലാപരിപാടി റൂമിലേക്ക് ഇറങ്ങിയാലോ? യെസ്. ഇത് എൻ്റെ റൂമിലേക്കുള്ളൊരു സെപ്പറേറ്റ് വഴി. ഓക്കെ. ഇതിന് അല്ലാതെ സെപ്പറേറ്റ് വഴി വീട്ടിലേക്ക് ഇതല്ലാത്തൊരു വഴി എഴുതി വെച്ചിട്ടുണ്ട് ആ ഡയറക്ടർ. ഇതൊരാൾ ഗിഫ്റ്റ് ചെയ്തു തന്നെ. ഹൗസ്. ഈ ചെടികളാണ് ഇപ്പം മറ്റേ പ്രണവിന്റെ പടത്തിലുണ്ടായത്. ജോയിച്ചേട്ടൻ തന്ന സാധനം. ഡീസറയില്. ഇത് വീരം പടത്തിന്റെ വാള്. അങ്ങനെ തടിയുടെ ഇതെല്ലാം സ്വന്തം പരിപാടി. ഇത് വീട്ടിൽ നിൽക്കുമ്പോൾ കാട്ടിക്കൂട്ടുന്ന പരിപാടിയാണ്. ഇത് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു ആദ്യത്തെ സീരിയലിലെ ഗുരുനാഥന ശരത്തേട്ടൻ. പഴയ ഫോട്ടോ. ഇതിനേക്കാളും പ്രായം കുറവാണല്ലോ ഇപ്പൊ നിങ്ങൾക്ക്. ഫോട്ടോയിൽ കാണുന്നതിനേക്കാളും പ്രായം കുറവാണല്ലോ. ഇത് എത്ര വർഷം മുന്നേ ആയിരുന്നു? എത്ര വർഷം മുന്നേ? ശ്രീ മഹാഭാഗവതം എന്ന് പറഞ്ഞ സീരിയലാണ്. വർഷങ്ങളായി. ഇനി 8 വർഷമാവും. പഴയ ഫോട്ടോ എന്നെ കളയാൻ തോന്നിയില്ല. ഇവിടുന്ന് തുടങ്ങുമല്ലേ റൂം മേലെ? എന്റെ ചേട്ടാ പരിപാടി എന്താ പറയാ, ഇത് പിന്നെ ഒരു കാടാണല്ലോ നമ്മളെ. കൊള്ളാം. ഇത് എത്ര നാള് പഠിച്ചു ഈ ഒരു പരുവത്തിൽ എത്തിക്കാൻ? കൊറോണ ടൈം. അന്ന് മുതൽ തുടങ്ങിയതാണ്. ഇതിനേക്കാൾ ഒത്തിരി ഉണ്ടായിരുന്നു, കുറെ വെട്ടി കളഞ്ഞതാ. ഒത്തിരി കാടായിരുന്നു, അപ്പൊ അങ്ങനെ വെട്ടി കളിച്ചതാ. പാമ്പിന്റെ ശല്യമൊന്നുമില്ല? ഇല്ലല്ല, ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇതെന്ത് കിളിക്കൂടിന്റെ പരിപാടികൾ? ഇതിലൊരു സൗണ്ടിനൊരു വൈബല്ലേ, അതുകൊണ്ട് തന്നെ അന്ന് തന്നെ സെറ്റ് ചെയ്തായത്. അതെ അതെ. ഇതെല്ലാം സ്വന്തമായിട്ടാണോ അതോ? ഇല്ല, നമ്മൾ ഐഡിയ കൊടുത്ത് പണിക്കാരുണ്ട് വേറെ. അങ്ങനെ അങ്ങനത്തെ ബാക്കി സാധനങ്ങൾ ഇങ്ങനെയൊക്കെ വെക്കണ എന്റെ ഐഡിയയില്. അപ്പൊ ഇവിടുത്തെ സാധനങ്ങളെല്ലാം ഇത് സിനിമയിൽ തന്നെ? സിനിമ. തോക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. തോക്കൊന്നും പടമൊന്നും പോലും പറയില്ല. ശരി, ആയിക്കോട്ടെ. ഇതെന്താ വീടിന്റെ പ്രശാന്ത് അമരവിള ക്ലാബ്? അങ്ങനെ നമ്മൾ സിനിമ ആയതുകൊണ്ട് അങ്ങനെ ക്ലാപ്പിൽ ചെയ്ത. ഓക്കെ. അപ്പം ഭാവിയിൽ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യണം എന്നൊക്കെയുള്ള പ്ലാൻ കൊണ്ടാണ് ഇങ്ങനെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ചെയ്യുന്നതാണോ അതോ? അങ്ങനെ അല്ല, ഏത് സംഭവിക്കാം. നമ്മൾ ഇതുവരെ ഒന്നും ലൈഫിൽ വിചാരിക്കാതെ നടന്നിട്ടുള്ളത്. ഇപ്പൊ സീരിയലാണ് ആഡേറ്റർ, സിനിമയിൽ ആഡേറ്റർ അല്ല. അപ്പൊ എന്തായാലും നമ്മള് ആഡേറ്റർ എന്നൊക്കെ വെക്കുന്നതെന്നുള്ളൂ. ഇവിടുത്തെ സാധനങ്ങളെല്ലാം അല്ലാതെ മേടിച്ചിട്ടുള്ളതാണോ? മേടിച്ച ഓരോ ഫ്രണ്ട്സ് തന്നെ ഓരോ ഐറ്റങ്ങളൊക്കെ ഉണ്ട്. ഈ കോയിൻ ബോക്സ് ഒക്കെ. ഈ ഏരിയ പൊതുവെ എന്തിനായിരിക്കും യൂസ് ചെയ്യുന്നത്? ഇവിടെ വൈകിട്ടൊക്കെ നമ്മളെല്ലാവരും ചില്ല് ചെയ്യാൻ വേണ്ടി അങ്ങനെ ഇരിക്കും.
ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് അങ്ങനെ ആയിരുന്നു. ഓക്കെ. വേറെ മൂഡ് നല്ല രസം. വൈറ്റ് നൈറ്റ് രസമായിരിക്കും എല്ലാവരും. ലൈറ്റോ കാര്യങ്ങളോ? അങ്ങനെ ലൈറ്റ് എല്ലാം ചെറിയ ലൈറ്റ്, മാം ലൈറ്റുകളാണ്. ഇത് പരിപാടി കൊട വല്ല സിനിമയാണ്? കുട പഴയ കുട, എനിക്ക് വർഷങ്ങൾക്ക് ശേഷത്തിലാണ്. ആണോ? അല്ല, ആ കാലഘട്ടം മറ്റേ കാലം കൂടെ അത്. ഈ കമ്പ് ഇത് നമ്മുടെ വീട്ടിൽ ഫ്രണ്ടിൽ നിന്ന് കണിക്കുന്ന മരം. അപ്പൊ അത് മുറിച്ചപ്പോ എനിക്ക് കളയാൻ തോന്നിയില്ല, പിന്നെ അതിനെ അവിടെ കൊണ്ട് അങ്ങനെ വെച്ചതാ. അപ്പൊ ഇതെങ്ങനെ വെച്ചു? വെറുതെ നിർത്തിക്കുന്ന ഒരു കെട്ട് കെട്ടി അങ്ങനെ വെച്ചിട്ടുണ്ടോ. അപ്പൊ നമുക്ക് എന്നാ മെയിൻ കലാപരിപാടിയിലേക്ക് കയറിയാലോ? തീർച്ചയായിട്ടും കയറാം. ഈ ഷൂസൊക്കെ ഞാൻ യൂസ് ചെയ്യുന്ന തന്നെ. എന്റെ ദൈവമേ, ഇത് നമ്മൾ പ്രതീക്ഷേനേക്കാളും അപ്പുറത്താണല്ലോ ഇതിന്റെ പരിപാടികൾ. ഇത് എത്ര നാൾ എടുത്തു ഏകദേശം ഈ പരുവത്തിലെത്തിക്കാൻ? കൊറോണ ടൈം അങ്ങനെ ചെറുതായിട്ടൊന്ന് കാട്ടിക്കൂട്ടിയതാ. ആ ലോക്ക്ഡൌണിന്റെ സമയത്ത് മാത്രം. അതെ അതെ. എവിടുന്നാ തുടക്കം? തുടക്കി അരവിന്ദിന്റെ അതിഥികൾ, കൈമുദ്രകൾ. സാധനങ്ങളെല്ലാം ഇങ്ങനെ ഏതെങ്കിലും ഒരു സിനിമയുടെ ഓരോ സിനിമ കഴിയുമ്പോൾ അതിന്റെ ഓർമ്മയ്ക്കായി. അതെ അതെ. ബാക്കി കുറെ മേടിച്ചത് കൊണ്ട് അല്ലെ, എല്ലാ സിനിമയുടെ അല്ല. ഈ ടൂൾസ് എല്ലാം കിങ് ഓഫ് കൊത്തയില് നമ്മള് നിമേഷ് താനൂരിന്റെ ഡിസൈൻസ്. നിമേഷ് ചേട്ടൻ ആർട്ട് ഡയറക്ടർ. അതിന്റെ അരവിന്ദിന്റെ അതിഥികൾ നിമേഷ് ചേട്ടനായിരുന്നു. ഇതൊക്കെ അരവിന്ദിന്റെ? അതെ അതെ, മുദ്രകളൊക്കെ. ഈ ടൂൾസുകള് പിന്നെ അങ്ങനെ ഇത് ഇബിലീസില് പാവ ഇതാ ഇറക്കുന്ന ഇത്, അങ്ങനെയൊക്കെ. പിന്നെ കുറെ ഗിഫ്റ്റ് തന്നിട്ടുണ്ട്. ഈ ടോയ്സ് ഒക്കെ എനിക്ക് ഓരോരുത്തർ ഗിഫ്റ്റ് തന്നിട്ടുള്ള ഈ റൂമിൽ ഇരിക്കട്ടെ എന്ന് പറയും. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ഫ്രണ്ട് ഇവിടെ വന്നിട്ട് എനിക്ക് ഒരു ലൈറ്റർ, ഞാൻ കയ്യിൽ ലൈറ്റർ, പക്ഷേ എന്റെ ഓർമ്മയ്ക്ക് കൂടെ വയ്ക്കണേന്ന് പറയുന്നത് അവൻ യൂസ് ചെയ്യുന്ന ഒരു ലൈറ്ററാ. അങ്ങനെ ഇത് കൊടുക്കുന്ന ഒരു പാവക്കുട്ടി. ഫ്രണ്ട്സ് ഒക്കെ വരുമ്പോ അവരങ്ങനെ ഇടാറുണ്ട് ഓരോരുത്തർ. കുറെ അധികം നോട്ടുകളൊക്കെ ഉണ്ടല്ലോ. ഇതൊക്കെ കിങ് ഓഫ് കൊത്തയിൽ അവിടെ നിന്ന് അടിച്ചതാ. അത് നമ്മൾ ഒരു വർഷം വരെ വർക്ക് ചെയ്തതാ. അപ്പൊ കുറെ സാധനങ്ങൾ അവിടെ നിന്ന് അങ്ങനെ കുറെ ഉണ്ട്. ഓരോ ഓർമ്മകളാ ഓരോ. അപ്പൊ ഞാൻ ചോട്ടെ, അപ്പൊ ഈ കൊറോണ സമയത്ത് ഇത് കൂട്ടണമെങ്കിൽ ഇതെല്ലാം കയ്യിലുണ്ടായിട്ടാണോ അതോ? അല്ലല്ല, ഇപ്പൊ ഞാന് വീട്ടിൽ ഇരുന്ന കുറെ സാധനങ്ങള് ഇത് കണ്ടില്ല, എല്ലാം ആക്രികളാ കൂടുതൽ നോക്കി. നമ്മള് കൂടുതലും കളയുന്ന സാധനങ്ങൾ, പേസ്റ്റ് ആയാലും സോപ്പ് ആയാലും ഇതൊക്കെ. അതിനൊന്ന് വൃത്തിയായിട്ട് അടുക്കി വെച്ചു, അത്രേ ഉള്ളൂ. ഭയങ്കര സംഭവം ഞാൻ ഒരിക്കലും പറയുന്നില്ല. ചിലര് കളയുന്ന സാധനം അതിനെ ശേഖരിച്ച് വെക്കുന്നു, അത്രേ ഉള്ളൂ. അത് ആ ഒരു എന്തോ ഒരു പ്രത്യേക ഒരു പാറ്റേണിൽ അടുക്കിയത് പോലെ തന്നെ ഉണ്ട്. ഈ ഗ്രൂപ്പ് ഫോട്ടോ ഏതെന്ന് വെച്ചാൽ ഇത് നമ്മളെ സീരിയലില് ശ്രീ മഹാഭാഗവതം സീരിയൽ നമ്മൾ ആ ടീം വരുന്നത്. ഞാൻ ആദ്യം സീരിയലാണ് വന്നത്, ഫസ്റ്റ് മെരിലാൻഡിലാണ് ആദ്യമായിട്ട് വരുന്നത്. അപ്പം അവിടെ നിന്നാണ് നമ്മളെ തുടക്കം. അപ്പം ക്യാമറമാൻ പുഷ്പ സാറ്, ഡയറക്ടർ തുളസീദാസ് ആയിരുന്നു. അവിടെ വന്ന് ഞാൻ അങ്ങനെ മെറിലാൻഡ് സ്ഥിരം ആവാൻ കാരണം അജീഷ് ചേട്ടനാണ്. ആ ഡയറക്ടർ അജീഷ് ഗുരുട്ടൂർ എന്ന് പറയും. അജീഷ് ചേട്ടനാണ് നമ്മളെ ഗുരു സീരിയലിൽ. പിന്നെ സീരിയലിൽ നിന്നാണ് ഈ സിനിമയിലോട്ട് പോവില്ലായിരുന്നു, അങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെ എഡീസായിട്ട് വർക്ക് ചെയ്ത പ്രമോദ്, സുജയ് ക്യാമറ അസോസിയേറ്റ്. അപ്പോൾ അവർ രണ്ടും കൂടെ നിർബന്ധിച്ച് തന്നെ വണ്ടി കയറ്റി വിറ്റത് ഈ പറഞ്ഞ ആടെന്ന് പറയുന്ന പടത്തിന് വേണ്ടി. അങ്ങനെയാണ് പിന്നെ സിനിമയിലോട്ട്. ആടാണ് ആദ്യത്തെ സിനിമയിലെ നമ്മളെ ചീഫ് ഗുരു എന്ന് പറയുന്നത് ത്യാഗു ചേട്ടനാണ്. ത്യാഗു തോന്നുന്നതിനാണ് പുള്ളിയിലൂടെയാണ് സിനിമയിലൂടെ. പുള്ളിയിലൂടെ ചെയ്ത പടങ്ങളാണ് ആട്, കുഞ്ഞിരാമായണം, അടിയപ്പേര്, കൂട്ടമണി, അങ്ങനെയൊക്കെ കുറേ പടം. ആൺമേരിയ കലപ്പിലാണൊക്കെ പുള്ളിയോടെ ചെയ്തത്. പിന്നെ എനിക്ക് തോന്നുന്നു മറ്റേ നമ്മുടെ സണ്ണി വെയിന്റെ ഫേമസ് കുപ്പിയുടെ പരിപാടി. പിന്നെ ഞാൻ പറഞ്ഞ മറ്റേ ആട്ടും കാഷ്ടം, റിയൽ ഒറിജിനൽ ആട്ടും കാഷ്ടമാണ് ഞാൻ കൊടുത്തത്. അതിന്റെ സംഭവം എന്തായിരുന്നു? ശരിക്കും മറ്റേ അതിന് ഫേക്ക് ആയിട്ടുള്ള സാധനം ഫേക്ക് ആയുർവേദ ഗുളിക എൻ്റെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു ആ ഡയറക്ടർ. പക്ഷെ അതിൻ്റെ മിസ്സായി. അപ്പോൾ ഞാൻ ഷൈജു കുറിപ്പിൻ്റെ അടുത്താണ് പറഞ്ഞത് ചെറിയ ഐറ്റം ഇതൊന്നും കൂടെ എൻ്റെ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ചവച്ച് കഴിഞ്ഞ ഉടനെ ഡയറക്ടർ കട്ട് പറഞ്ഞ ഉടനെ ഇങ്ങനെ ഡയറക്ടർ കട്ട് കണ്ടോ അടിപൊളി റിയാക്ഷൻ ചേട്ടാന്നൊക്കെ പറഞ്ഞപ്പം ഒറിജിനൽ ചവച്ചാൽ പിന്നെ റിയാക്ഷൻ വരാതിരിക്കൂടാന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ ഈ നോക്കിയിട്ടുണ്ട് നീ ഒറിജിനലാണോ നന്നേന്ന് ചേട്ടൻ ചോദിച്ചാൽ നമ്മുടെ ഇതിൽ അവാർഡ് ഉറപ്പാണ് നോക്കിയോന്നൊക്കെ പറഞ്ഞു. ഞാൻ ഓടി എന്നിട്ട് അത് ഭയങ്കര അനുഭവമാണ് എനിക്ക്. ആ ഫ്രൈഡേ ഫിലിംസ് ആയിരുന്നു എൻ്റെ, വിജയബാബു സാർ, സാന്ദ്ര തോമസ് ഒക്കെ ആയിരുന്നു. അപ്പം ഞാൻ പുള്ളിക്ക് ഇതിങ്ങനെ ശരിക്കുള്ള സാധനം കൊടുക്കുന്ന പ്രശ്നമൊന്നുമില്ല. അറിഞ്ഞില്ല, പുള്ളി ഞാൻ അറിയിച്ചില്ലല്ലോ. ഞാൻ ഷൈജോട്ടനിൽ തുടച്ച് കഴുകി ഷൈജോന്റെ കയ്യിൽ കൊടുത്തു. അപ്പോൾ ഷൈജോട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, ഇത് ഞാൻ ഇത് കൊടുത്ത വേറെ ഇല്ല, കുഴപ്പമില്ല, നല്ലത് ആയുർവേദമാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ഒരിക്കലും മറക്കൂല, എൻ്റെ ഫസ്റ്റ് ഒരു ഇതാണ്. ഫസ്റ്റ് സിനിമ എന്താണെന്ന് അറിയില്ല, സീരിയലിൽ നിന്ന് നേരെ സിനിമയിലോട്ട് പോയതല്ലേ. പക്ഷെ ആ പടം തിയേറ്ററിൽ ഫ്ലോപ്പ് ആയിരുന്നു, പക്ഷെ CD ഇറങ്ങിയ പടം ഹിറ്റായത്. ആടൊരു ഭീകര ജീവി. പിന്നെ ഒരുപാട് ട്രെൻഡുകൾ സെറ്റ് ചെയ്തൊരു പടം കൂടെ. അങ്ങനെ ആടിന് ശേഷം പിന്നെ പോകുന്നത് പിന്നെയാണ് കുഞ്ഞിരാമായണം. അതിനുശേഷം വിനീതേട്ടനോട്ട് പരിചയപ്പെട്ടതും ആ ഒരു ടീം. ചീഫ് അസോസിയേറ്റ് ഒക്കെ ദിബിൽ ദേവും വിനയൻ ചേട്ടൻ അവരൊക്കെ ആയിരുന്നു. ബേസിലോട്ട് അന്നും ഇന്നും ഒരു മാറ്റവും ഇല്ല. എനിക്കാണ് എൻ്റെ അറിവിൽ എനിക്ക് അന്നും ഇന്നും ഒരു മാറ്റവും ഇല്ലാത്ത, ആ ക്യാരക്ടറിന് ഒരു മാറ്റവും ഇല്ലാത്ത ഒരൊറ്റ ആൾ ബേസിലായിട്ടാണ്. ഞാനിപ്പോൾ ഈ ഓണപരിപാടിക്കൂടെ വിഷയം വന്നപ്പോഴും ഞാൻ പോയി കണ്ടു. ഭയങ്കര അഭിപ്രായമുള്ള ഒരാളാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഈ രക്ഷയില്ല. എനിക്ക് പ്രശാന്ത് ഏട്ടൻ്റെ ഇൻസ്റ്റാ ഫീഡിലൊക്കെ എനിക്കൊന്ന് ഏകദേശം കൂടുതലും ഈ ബേസിലേട്ടൻ്റെയും പ്രണവിൻ്റെയും വിനീതേട്ടൻ്റെയും ഒക്കെ ഫോട്ടോസ് ആയിരിക്കും. നമ്മൾ ആ ഒരു
എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര അവരെ ഇഷ്ടം. അവർക്ക് നമ്മൾ ഇഷ്ടമുണ്ടല്ലേന്ന് അറിയില്ല, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു കോംബോ. ഇപ്പം പ്രണവായിട്ട് 3 പടം വർക്ക് ചെയ്ത് 3 ദിവസം അയച്ച് ഇപ്പോൾ 50 കോടിയിലോട്ട് കയറി. ഹൃദയം ഹിറ്റായിരുന്നു വർഷങ്ങൾക്ക് ശേഷം. ഇപ്പോൾ ഇതാ ഡേയ്സ്റേ അതും കൂടെ കയറി. അത് രാഹുലേട്ടനായിരുന്നു, അടിപൊളി. അത് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ഡീസറയിൽ എന്തെങ്കിലും സാധനങ്ങളുണ്ടോ ഇവിടെ കയ്യിലെടുക്കാൻ? ഒരു കത്തിയുടെ ഇരിപ്പുണ്ട്. പടം ഇപ്പം ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അതിലുണ്ട് പടം കണ്ടായിരുന്നു? ഇല്ലല്ലോ, അടിപൊളി. അതൊരു ഭാഗ്യം, അടുത്തൊരു ഹിറ്റിലോട്ട് പോയി. ഇതില് ഇത്രയും സാധനങ്ങളുള്ളതിൽ ഏറ്റവും എനിക്ക് എടുത്തുകൊണ്ട് വരണം അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ സൂക്ഷിക്കണം എന്ന് തോന്നിയിട്ടുള്ള സാധനങ്ങളാണ്. എനിക്ക് ഭയങ്കര അട്രാക്ഷൻ തോന്നിയൊരു സാധനം ഈ നമ്മളെ കൊത്തേര വാള, ഡിക്ക് ഉപയോഗിച്ച ഒരു വാളും, പിന്നെ ഈ സാധനം ഈ ഒരു ഐറ്റം കലാപക്കാരി സോങ്ങിലെ ഒക്കെ ഉപയോഗിച്ചൊരു വാള. അത് എനിക്ക് ഭയങ്കര മെമ്മറി ആയിരുന്നു ആ പടം. ഒരുപാട് ഈ വീട് ഇങ്ങനെ ആയതും ഞാൻ ഇച്ചിരി പണി ചെയ്തിടും ആ വർക്ക് ചെയ്ത് പൈസ കൊണ്ടാണ്. അപ്പം അതിൻ്റെ ഒരു ഓർമ്മ എനിക്ക് വേണമെന്ന്. അതിൻ്റെ ആടായിട്ട് നിമേഷ് ഏട്ടനായിരുന്നു. അങ്ങനെ ഓരോ ഓർമ്മകളോ, ഓരോ പടത്തിൻ്റെ ഓരോ ഓർമ്മകൾ എനിക്കും ഉണ്ടാവും. ഇത് പക്ക റിയലിസ്റ്റിക് സാധനമാണുള്ളത്. കണ്ടാ ഒറിജിനലായിട്ട് തോന്നുന്നു. പക്ഷേ ഈ വെയിറ്റിന്റെ ബാലൻസ് ആക്ടേഴ്സിനൊക്കെ സമ്മതിക്കണമല്ലേ? ഇത് ബാലൻസ് ഒറിജിനൽ അതേ വെയിറ്റ് കൊടുത്ത് നമുക്ക് പരസ്പരം ഫൈറ്റ് ചെയ്യുമ്പോഴൊന്നും പറ്റില്ലല്ലോ. അങ്ങനെ ഒരു പരിപാടി പിടിക്കുമല്ലോ. ഇപ്പം ഈ ഒരു പ്രോപ്പ് ഇത് നിങ്ങൾ ഒന്നിലധികം സാധനങ്ങൾ ചെയ്തു ഇതേപോലെ തന്നെ ഇപ്പൊ 4-5 ഉണ്ടാക്കി വെക്കും സെയിം സാധനം. കാരണം ഒന്ന് ഒടിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത് കണ്ടിന്യൂഷൻ കറക്റ്റായിട്ട് പോകണമല്ലോ. അപ്പൊ അങ്ങനെ നമ്മൾ ഒന്ന് പറയുമ്പോൾ 2 ചെയ്തു വെക്കും, അല്ലെങ്കിൽ പെട്ടു. എങ്ങനെ ശരിക്കും അതിന്റെ ഒരു പരിപാടി? അതായത് ഇപ്പം ഒരു പ്രോപ്പർട്ടി കൃത്യമായിട്ട് നിങ്ങൾക്ക് ഒരു ഐഡിയ തരുന്നതൊക്കെ ആരാ? ആ ഡയറക്ടർ ഇപ്പൊ ഡയറക്ടറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അപ്പോൾ ആ ഡയറക്ടർ പിന്നെ നമ്മുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ലിസ്റ്റ് തരും. ഇപ്പം ഞാൻ ഉദാഹരണം പറയാം, ഒരു ബെഡ്റൂം സീക്വൻസ് രാവിലെ, ഇപ്പം ഉദാഹരണം പ്രണവ് രാവിലെ എണീക്കുന്നു, ബെഡ്ഷീറ്റും എടുത്ത് മാറ്റുന്നു, മുഖം കഴുകുന്നു. അപ്പം ആ ഒരു സീക്വൻസ് മൊത്തം അവിടെ വേണം. പുതിയൊരു ബെഡ്ഷീറ്റ് ആയിരിക്കണം, അവൻ കിടക്കുന്ന റൈറ്റ് സൈഡ് ചിലപ്പോൾ ലാമ്പ് ഉണ്ടാവാം, ചിലപ്പോൾ സിഗരറ്റ് വലിക്കുന്നതാണെങ്കിൽ സിഗരറ്റും ലാമ്പും അവിടെ ഉണ്ടാവാം, മൊബൈൽ ഉണ്ടാവും, മൊബൈൽ ചാർജ്. നമ്മൾ റിയൽ ഒരു സാധനം അത് ലൈവ് ആക്കണമല്ലോ. ഇപ്പോൾ കണ്ണാടി മുഖം കഴുകുന്ന ചിലപ്പോൾ അവിടെ നമ്മളെ വാഷ് ചെയ്യണ സോപ്പ് ഉണ്ടാവാം, ഷാമ്പു ഉണ്ടാവാം. അങ്ങനെയൊക്കെ എല്ലാം ക്രിയേറ്റ് ചെയ്യണം. ഓരോ വർക്ക് ചെയ്തതിൽ ഏറ്റവും കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അൽഫോൺസ് സൂസനാണ്. ഞങ്ങളുടെ ഗോൾഡിന് വേണ്ടി ഗോൾഡിന്റെ സ്പീക്കർ ഇവിടെ ഇരിപ്പുണ്ട്. ആ ബോക്സ് ആണ്, ഇതായിരിക്കുന്ന ബോക്സ്. ആ ബോക്സ് ഇതാണ് ആ സ്പീക്കർ. ഇത് വർക്കിംഗ് ആണോ? അല്ല, ആ സാധനം ക്വാഡികൾ വിലമതിക്കുന്ന സാധനമാണ് ഗോൾഡ്. ഇത് അപ്പോഴും പുള്ളി ഭയങ്കര ഒരു മാസിക പോലും മടങ്ങിയിരിക്കാൻ പാടില്ല, അത്ര ഡീറ്റെയിലുള്ള. അപ്പോൾ ആ കാറൊക്കെ നമ്മൾ എപ്പോഴും ക്ലീൻ ചെയ്ത് അങ്ങനെ ഭയങ്കര ഡീറ്റെയിൽ ഉള്ള ഡയറക്ടർമാരുണ്ട്. കണ്ടിന്യൂറ്റി ഒക്കെ അത്രയും നോക്കുന്ന ഒക്കെ ആയിരിക്കും. ഇതാ ഉല്ലാസം പടത്തിലെ ഷൈനികം മറ്റേ സോങ്ങിലും അവൻ ഊട്ടിക്കൂടെ ഇങ്ങനെ ഊതിക്കൊണ്ട് നടക്കണേ. വെറുതെ ചിലവർ വട്ടാണെന്ന് പറയും, എങ്കിലും ഞാൻ ആ പടത്തിന്റെ ഒരു ഓർമ്മയ്ക്ക് അവർ യൂസ് ചെയ്തൊരു സാധനം ഞാൻ അങ്ങനെ മുഖത്തിന്റെ ഒരു ഞാൻ അങ്ങനെ ഓർമ്മയ്ക്ക് അങ്ങനത്തെ ഒരു കലയും ഇല്ല. ഞാൻ പറയില്ല, ഞാൻ ലൈഫിൽ വിചാരിച്ചതല്ല മച്ചാ ഈ ഒരു ഫീൽഡിൽ വരുമെന്നോ ഇങ്ങനെ ആവുന്നൊന്നും ഞാൻ വിചാരിച്ചതല്ല. ഞാൻ ശരിക്കും മെറിലാൻഡിൽ പുല്ലുവെട്ടാൻ പോയൊരു വ്യക്തിയാണ്. ഞാൻ അങ്ങനെ അവിടെ നിന്ന് കയറി വന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ അച്ഛൻ കാർപ്പൻ്ററാണ്, മരപ്പണിയാണ്. അച്ഛനോട് കുറച്ചു കാലം പോയി. അപ്പോൾ അച്ഛൻ പറഞ്ഞ നിനക്ക് നിന്റെ ഇഷ്ടത്തിന് ഇവിടെ ശരിയാവില്ല, അച്ഛനെ നഷ്ടമാണ്, ഞാൻ പണിക്ക് പോയിട്ട് അങ്ങനെ. അതുകൊണ്ട് അങ്ങനെ പ്രത്യേകമൊന്നുമില്ല, ഞാൻ പ്രതീക്ഷിക്കാതെ പഠിച്ചിട്ടൊന്നുമില്ല അങ്ങനെ ഇതിന് ആർട്ടോ അങ്ങനെയാണ്. വരയ്ക്കാനോ ഇതൊന്നും എനിക്കറിയില്ല. ഇങ്ങനത്തെ പരിപാടികൾ താല്പര്യം ഉണ്ടായിരുന്നു ചെറുപ്പത്തിലെ. അങ്ങനെ ഓരോ സാധനങ്ങൾ ഇങ്ങനെ വൃത്തിയും അങ്ങനെയൊക്കെ ഒരു അല്ല, ഒരു കലയായിട്ടൊന്നും എനിക്ക് അങ്ങനെ ഇതുവരെ തോന്നിയിട്ടില്ല. യാദർച്ഛികമായിട്ട് വന്നതായി ഫീൽഡിൽ വന്ന് കയറി പിന്നെ പഠിച്ചെടുത്ത്. അതെ അങ്ങനെ. ഇപ്പൊ ഈ കത്തിയൊക്കെ യൂസ് ചെയ്യുന്നതിന്റെ മെറ്റീരിയൽ ഒക്കെ എന്തായിരിക്കും? അല്ല, ഇത് തടി തന്നെ. ഇതിന് ഓരോ സെക്ഷൻ, ഡെമ്മി ഉണ്ടാക്കുന്ന ഒരു സെക്ഷൻ ഉണ്ടാവും. അപ്പോൾ നമ്മളെ കൂട്ടത്തിൽ ശശി, നിതീഷ്, അങ്ങനെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അവരെ ഏൽപ്പിക്കും, ഇന്ന സാധനം ഇന്ന റെഫറൻസ് അവരെ ഏൽപ്പിക്കും. പിന്നെ നമ്മൾ ബാക്കി സാധനങ്ങളൊക്കെ ഓരോ സെക്ഷൻ ഉണ്ട്. ഓരോ ഡെമ്മി ഉണ്ടാക്കുന്നതും പെയിൻറ്റിങ്, വെൽഡിങ്, ഇങ്ങനെ ഓരോ സെക്ഷനുണ്ട്. എനിക്കാണ് ഇപ്പോൾ ഇനി ഇറങ്ങിയ 1 സെറ്റ് അടിക്കുന്ന നിമേഷ് ചേട്ടൻ ഈ ബബബേല അന്യായ ഒരു സ്കെയിൽ. ഒരു സൂപ്പർ സാധനം ഞാൻ പുറത്ത് കണ്ടിട്ടുണ്ട്, പക്ഷേ വെളി പറയാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ചോദിക്കുന്നില്ല. ഇല്ല പറയാനില്ലെന്ന് മെയിനുണ്ട്. എന്തായാലും ലാലേട്ടനുണ്ട്. കഴിയുന്നതിന് മുന്നേ സാധനം തന്നു കിട്ടോ? സിനിമ ഇറങ്ങുന്നതിന് മുന്നേ അവരെന്തിനു ചെയ്യാൻ തന്നതായിരിക്കോ അതോ അല്ല ഇത് ഉപയോഗിച്ച സാധനം ഇപ്പോൾ പുറത്തുവിടാൻ പറ്റൂല. തന്നു വിട്ടോന്ന്? അല്ല, ഞാൻ എടുത്തോണ്ട് വന്നേ. ചോദിച്ച ആടേന്റെ അടുത്ത് ചോദിക്കും. അല്ല, അവിടെ പോയി അത് തിരിച്ച് ഗോഡൌണിൽ കൊണ്ടല്ലേ ഇടത്തേ ഉള്ളൂ. ഇല്ലെന്ന് പറഞ്ഞാൽ ഞാൻ അവരറിയാം, ഞാൻ എടുത്തോണ്ട് വരാം. വിലയോട് നമ്മൾ മോട്ടിക്കണേന്നല്ല, മോട്ടിക്കണേ നമ്മളിങ്ങനെ പബ്ലിക്കിൽ വെച്ച് ഇടൂലല്ലോ. അവിടെ കിടന്ന് നശിക്കണേക്കാളും നമുക്കൊരു ഓർമ്മയ്ക്ക് അങ്ങനെ ഇരിക്കും. ഇപ്പൊ ഈ കത്രികകള്, ഈ ബ്രഷ് പരിപാടി എല്ലാം ഓരോ പടത്തിന്റെ
കൃത്യമായിട്ട് പറയാൻ പറ്റുമോ ഏത് ബ്രഷ്? ഇതിൽ കൂടുതൽ എനിക്ക് വന്നിട്ടുള്ള ഓരോ പടത്തിന് മെയിൻ സാധനം ചെയ്യുന്ന പടത്തിൽ എല്ലാത്തിനും ഞാൻ ചെറിയ ഇതൊരു ചിറ്റിക ഞാൻ കൊണ്ടുവന്നിരിക്കും, കത്തിരിക കൊണ്ടുവന്നിരിക്കും, രണ്ടൊന്ന് ബ്രഷ് ബാലൻസ് ഉണ്ടെങ്കിൽ എടുത്തോണ്ട് വന്നിരിക്കും. ഈ രണ്ട് സാധനങ്ങൾ ഇത് ഹൃദയത്തിൽ പ്രണവ് മറ്റേ കല്യാണി ഇത് റാഞ്ചി അതല്ല റാഞ്ചി കൊണ്ടുവരും. നിങ്ങളിപ്പോ ഈ റൂം തികയാതെ വരുമല്ലോ ഒരു സമയം കഴിയുമ്പോൾ. ഞാൻ ഇപ്പോൾ അങ്ങനെ ചെറിയ സാധനങ്ങൾ അങ്ങനെ ഡീറ്റെയിൽ ഇപ്പം ഞാൻ പറയില്ല. ഇപ്പം പ്രണവിൻ്റെ പടത്തിൽ ഒരു മെയിൻ സാധനം ഇരിക്കണം എന്ന് പറഞ്ഞു. അപ്പം അതുപോലെ അങ്ങനെ മെയിൻ സാധനം മാത്രം ഒരെണ്ണം കൊണ്ടുവരും. അങ്ങനെയൊക്കെ പിന്നെ ചെയ്ത പടങ്ങൾ ഇങ്ങനെ സ്റ്റിക്കർ ഞാൻ ഇങ്ങനെ ചെയ്ത് ഒട്ടിച്ച് വയ്ക്കാം. വരച്ചതാണോ? അത് നമ്മളെ അനീച്ചേർ വരച്ചതാണ്, നന്ദു ഇമേജ് ആർട്ട് എന്ന് പറയും. അവൻ ഭയങ്കര കലയാവൻ ശരിക്കും സ്കെച്ച് ചെയ്ത് അവൻ സ്കെച്ച് ചെയ്ത് വരച്ചെടുക്കുന്നതാണ്. പിന്നെ ഈ വള ഇങ്ങനെ തെറ്റങ്ങളൊക്കെ വെടിക്കെട്ട് പടം കഴിഞ്ഞിട്ട് അങ്ങനെ കൊണ്ടിട്ടതാണ്. ഇവിടെ എല്ലാം എനിക്ക് കുറെ പഴയ നോട്ടുകൾ കാണാം. അതൊക്കെ കൊത്ത, കിങ് ഓഫ് കൊത്ത. ശരിക്കും ഒറിജിനൽ ആയിരുന്നു. ഇപ്പം കുറച്ച് പൈസ ഉണ്ടാക്കിയാലേ. ഒറിജിനൽ ആയിരുന്നെങ്കിൽ ആരറിയാൻ പോകുന്നത്. പിന്നെ അപ്പൊ ഇതാണ് ശരിക്കും പഴയ ഫോട്ടോ. അതെ അതെ. താടിയൊക്കെ വളർത്തിട്ട് ഇപ്പൊ എത്ര നാളായി? ഇതിപ്പം കുറച്ചായിട്ടുള്ളൂ താടിയൊക്കെ. 2-3 വർഷം 4 വർഷത്തിനകത്ത് തന്നെ താടിയുള്ളൂ. അടിപൊളി. തുണിയെല്ലാം സ്വന്തമല്ലേ? ഇത് ഇബിലീസ് എന്ന് പറഞ്ഞ പടത്തില് ജോയിഷേട്ടൻ, അതിന്റെ ആർട്ട് ഡയറക്ടർ ജോയിഷേട്ടനായിരുന്നു. ജോയിഷേട്ടൻ തന്നെ ഇപ്പൊ ഇങ്ങനെ ഒരു വീട്ടിലേക്ക് അല്ലെങ്കിൽ ഒരു റൂം എനിക്ക് ഇങ്ങനെ ആക്കണം എന്നൊക്കെ ഉള്ള ഒരു ഐഡിയ വരാം ആദ്യം. ഇങ്ങനെ ആക്കണമെന്ന് തോന്നിയത്, ഞാൻ താഴെ എനിക്ക് റൂം ഉണ്ടായിരുന്നു. അപ്പൊ നമ്മളെ ഫ്രണ്ട്സൊക്കെ വരുമ്പം നമ്മൾ വന്ന് കയറുമ്പോൾ വീട്ടുകാർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ എന്നറിയാം. ഇപ്പം നമുക്ക് 2 അടിക്കണമെന്നൊക്കെ വിചാരിച്ചാലും വീട്ടിൽ അച്ഛനമ്മയൊക്കെ ഉള്ളപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പം അങ്ങനെ മേലെ റൂം കെട്ടിയിട്ട് നമ്മുടെ താഴെ പ്രൈവസി. അപ്പോൾ അവരിങ്ങോട്ട് വരത്തുമില്ല, നമുക്ക് ധൈര്യമായിട്ട് എപ്പോഴാണ് വരാൻ പോവാം. ഒരു ആർട്ട് ഡയറക്ടർ ആവുന്ന രീതിയിൽ സ്വന്തം റൂം നമ്മളെ ഇപ്പം നമ്മൾ ഇരിക്കുന്നിടത്താണ് നമ്മുടെ വൈബ്. അല്ല ഇപ്പം ബീച്ചിൽ പോകണോ ഊട്ടി പോയിരുന്നാൽ മിസ്റ്റ് ഉണ്ടെങ്കിൽ വൈബ് ഒന്നുമില്ലല്ലോ. എനിക്ക് ഞാൻ ഇവിടെ ഇരുന്ന എനിക്ക് വൈബാണ്, ഞാൻ ഹാപ്പിയാണ്, പിന്നെ കുഴപ്പമില്ല. പിന്നെ നമ്മൾ ചെയ്ത സാധനങ്ങളെല്ലാം ഓർമ്മകളും. പിന്നെ ഓരോ ഓർമ്മകളും. ഈ വാളും പരിചയമൊക്കെ. ഇത് വീരോ എന്ന് പറഞ്ഞ പടം, ജയരാജ് സാറിന്റെ വീരോ. ഒരു പരിചയമുണ്ട്, അത് ഞാൻ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട്, റൂമിന്റെ ഫ്രണ്ടിൽ. അവിടുന്ന് എല്ലാ ഓർമ്മകളാണ്. ടീഷർട്ട് ഞാൻ കളയണ്ടെന്ന് വിചാരിച്ചിട്ട് അടിച്ചു വെച്ചതാ. ഇത് രണ്ടും എല്ലാ ടീഷർട്ടും ഇതായിരിക്കുന്നത് ടോപ്പിലൊക്കെ ഞാൻ അടിച്ചിട്ടുണ്ട്. ടീഷർട്ട് എല്ലാവരും ഡിസൈനുള്ള ടീഷർട്ടല്ല കൂടുതലും. ചെലങ്കൊക്കെ സംഭവം എനിക്ക് ചിലങ്ക നമ്മൾ ഫ്രണ്ട് തന്നത്. ഫ്രണ്ട് തന്നാ? ഫ്രണ്ട് തന്നു. അവള് മറ്റേ പുതിയ ചിലങ്ക വാങ്ങിച്ചപ്പോ എന്തായാലും ചേട്ടൻ വീട്ടിൽ വെറുതെ അടിക്കുന്നു, ചേട്ടൻ ഇവിടെ കൊണ്ട് അടിച്ചോന്ന് പറഞ്ഞു. ഇത് അവരുണ്ടാക്കിയതാ? അല്ലല്ല, അവര് യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഫ്രണ്ട്സിന്റെ ഒക്കെ ഒരുപാട് കോൺട്രിബ്യൂഷൻ ഉണ്ട്. ഉണ്ട്. ഈ സോപ്പ് പെട്ടി പരിപാടി അത് ഞാൻ ഇവിടെ വാങ്ങിച്ചിട്ട് പിന്നെ കളയാതെ ഒട്ടിച്ചങ്ങ് വയ്ക്കും. അത്രേ ഉള്ളൂ. അല്ലാതെ ഇപ്പം ബാത്റൂമിനകത്തായാൽ പോലും ഞാൻ അങ്ങനെ സെറ്റ് ചെയ്ത് മനസമാധാനത്തിന് വേണ്ടി കയറുന്ന സ്ഥലം അത് അടിച്ച് മിന്നിച്ച് വെച്ചേക്കും അതിനകത്ത്. കുമ്പളങ്ങിയിലെ എന്തെങ്കിലും സാധനം കിട്ടിയിട്ടുണ്ടോ? ഇല്ല, ആ സമയത്ത് ഞാൻ അങ്ങനെ ആയിട്ടില്ല. കുമ്പളങ്ങിയിൽ നമ്മൾ ഇല്ലല്ല അങ്ങനെ ഒന്നും കൊണ്ടുവന്നിട്ടൊന്നുമില്ല. കുമ്പളങ്ങി ആ സമയത്ത് അത്ര ഇത് ആയില്ല. അങ്ങനത്തെ ഒരു മൈൻഡ്, കള്ളത്തരം കാണിക്കേണ്ട മൈൻഡ് ഇല്ലായിരുന്നു. അവിടത്തെ ഒരു വർക്കിംഗ് പരിപാടി വേറെ ടീം. അപ്പോൾ അത് ഡീറ്റെയിൽഡ് ആൾക്കാരാണ്. അതിന്റെ ആർട്ട് ഡയറക്ടർ വന്നിട്ട് ജോയ്ശങ്കർ ആയിരുന്നു. ഈ ജോയ്ശങ്കറാണ് പൊന്മാൻ ഡയറക്ട് ചെയ്ത ആള്. ഈ സിനിമകളെല്ലാം കുറച്ച് ചെറിയ ചെറിയ വേഷങ്ങളും പരിപാടികളൊക്കെ ചെയ്യുന്നത്. അത് എന്ത് നടനിലേക്ക് എത്തണം എന്നുള്ള പരിപാടി അങ്ങനല്ല. നമ്മൾ വർക്ക് ചെയ്യുന്ന പടത്തിൽ അഭിനയിച്ച് കഴിഞ്ഞാൽ റീടേക്ക് വന്നാൽ തെറ്റിയാലും കുഴപ്പമില്ല, വേറെ വിഷയമല്ല. എല്ലാം നമ്മുടെ കമ്പനിയല്ലേ, അതുകൊണ്ട് അല്ല വേറൊരു പടത്തിൽ ചെന്ന് അങ്ങനെ അഭിനയിച്ചിട്ടില്ല. അഭിനയിക്കുന്നതിനൊക്കെ ഉള്ളിൽ ആഗ്രഹം കാണൂലേ, ആർക്കാ സ്ക്രീനിൽ വരണം ആഗ്രഹമില്ലാത്ത. നമ്മളെ അറിയാന്നുള്ളവർക്ക് സ്ക്രീനിൽ കാണുമ്പോൾ ഞാൻ ഈ പ്രണവിന്റെ പടത്തിൽ ചെറുതായിട്ടൊരു സാധനം ചെയ്തു. പിന്നെ സിനിമയാണ് വിശ്വസിക്കാൻ പറ്റില്ല, എഡിറ്റ് ചെയ്ത് വരുമ്പോൾ ചിലപ്പോൾ കാണാതിരിക്കാം. വർഷങ്ങളെ ശേഷത്തിൽ വിനീതേട്ടൻ നല്ലൊരു എൻ്റെ അസോസിയേറ്റ് എനിക്ക് തന്നെ അഭയമാരിയറ ഒരു വേഷം കൂടെ ഇരിക്കാൻ അങ്ങനെ ഒരു സംഭവം തോന്നുന്നു. എനിക്ക് തോന്നുന്നു നീമ്പൂരുടെ ക്ലിപ്പ് വെളിയിലാക്കുന്നത് അതെ, ഞാൻ റെക്കോർഡ് ചെയ്യണത്. അതെ അതെ അതെ, ആ ഒരു സീക്വൻസ്. അവന്റെ മകനും ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാണെന്ന് പറയുന്നത്. കുഞ്ഞിരാമായണത്തിലും കുറെ ഒരു നാട്ടുകാരനായിട്ട് അങ്ങനെ നിന്നു. മനോഹരത്തിലും അതുപോലെ എല്ലാം ചെറിയ വന്നു പോകുന്ന ചെറിയ സാധനങ്ങൾ. ത്രൂ ആയിട്ട് നല്ലൊരു വേഷം ഇതുവരെ കിട്ടിയിട്ടില്ല. ആഗ്രഹമുണ്ടോ? തീർച്ചയായിട്ടും കിട്ടിയാൽ എന്തായാലും ഞാൻ ചെയ്യും, ഉറപ്പായിട്ട് ചെയ്യും. കാരണം കിട്ടുന്ന ഒരു അവസരമല്ലേ അത്. നമ്മളെ കൂട്ടത്തിലുള്ള ക്രൂവിന്റെ നമ്മൾ ചെയ്യുന്ന പടത്തിലാണെങ്കിൽ അടിപൊളിയായിരിക്കും, കുറച്ചും കൂടി ഇതായിരിക്കും. അതിൽ തന്നെ എനിക്കൊരു കുഞ്ഞിരാമായണത്തിൽ 7-8 ടേക്ക് പോയിട്ടുണ്ടോ ഞാൻ കാരണം തന്നെ. എന്താ ഈ വിനീത് ശ്രീനിവാസൻ സിനിമകളിൽ കൂടുതൽ കയറാൻ കാര്യമുള്ളത്? ശരിക്കും ഷൂട്ടാണെന്ന് അറിയില്ല, ഒരു ഫാമിലി പോലെ അത്ര ഒരു വൈബാണ്. ഹൃദയമൊക്കെ നമ്മൾ എനിക്ക് തോന്നുന്നു ഞാൻ ഏറ്റവും കൂടുതൽ പടം കഴിഞ്ഞിട്ട് ഫീലായ തീരണ്ടായിരുന്നു വിചാരിച്ച ഒറ്റ പടം ഹൃദയമായിരിക്കും. ഭയങ്കര ഇമോഷണൽ ആയിപ്പോയി, ഭയങ്കര എല്ലാവരും. കാരണം 2 വർഷം വരെ നമ്മൾ കൊറോണ ആയിട്ട് നിർത്തിയിട്ട് വീണ്ടും അതേ ക്രൂ വീണ്ടും ഒരുമിച്ച്
എല്ലാവരും ഭയങ്കര വൈബായിരുന്നു. ഭയങ്കര ഒരു ഫീലായ ഒരു പടമായിരുന്നു. വിനയേട്ടൻ വേറൊരു മാജിക്കാ. വിനയന്റെ കൂടെ വർക്ക് ചെയ്യണം. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം വിനയന്റെ കൂടെ വർക്ക് ചെയ്യണം. എല്ലാവരും അടിപൊളിയാ. നിങ്ങൾ രണ്ടുപേരും കൂടെ ഒന്ന് ഡാൻസ് കളിക്കുന്ന സംഭവം ഞാൻ കണ്ടില്ല വർഷങ്ങൾക്ക് ശേഷത്തിന് വേണ്ടി. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. കാരണം ഹൃദയം ചെയ്യുന്ന സമയത്താണ് പടം ഇറങ്ങി ഫസ്റ്റ് ഡേ ഞാൻ ഒരു പോസ്റ്റ് ഇട്ടു. ഇടാൻ പാടില്ല. എനിക്ക് എനിക്ക് അതിനെ കുറിച്ച് അത്ര ഇതില്ലായിരുന്നു. പടം ഇറങ്ങുമ്പോൾ ഞാൻ റിലീസ് എന്ന് പറയും, എന്നെ പൊളിച്ചടിക്കുക എല്ലാവരും. അയ്യോ, അതൊക്കെ ഭയങ്കര ഒരു ഇതായിരുന്നു. അതിനുശേഷമാണ് പിന്നെ അങ്ങനെ ഇടാൻ പാടില്ല എന്നൊക്കെ. അതിന്റെ എക്സൈറ്റ്മെന്റ് കൊണ്ട് ഭയങ്കര ഒരു ഇതായി പോയി. അതിനെ ഇപ്പോഴും കളിയാക്കുന്നുണ്ട് വിനയേട്ടൻ. ഒന്നും പുറത്ത് വിടല്ലേ. അത് കല്യാണിയും അപ്പുവിന്റെ കല്യാണത്തിന്റെ ഒരു ഫോട്ടോ നമ്മൾ എന്റെ തോളിൽ എല്ലാവരും കൂടെ തോളിൽ കയറ്റിന്റെ ഫോട്ടോ. സസ്പെൻസ് ആയിരുന്നു ആ സമയത്തൊന്നും അറിയില്ല. കാരണം ഇത് വേറെ ആൾക്കാരുടെ കണ്ടിട്ടാ ഞാൻ ഇട്ടത്. ഞാൻ ഇട്ടത് വിനയേട്ടൻ കണ്ടു. ഓ അങ്ങനെയൊക്കെ കുറെ വിളിച്ചപ്പോഴേ പിന്നെ അമ്മോ വിളിച്ചാന്ന് എല്ലാരും എന്നെ പൊങ്കാലിട്ട്. എന്ത് പറഞ്ഞു വിനീതേട്ടൻ? അവനെനിക്ക് അറിയാതെ പറ്റിപ്പോയി, സോറി എന്ന് പറഞ്ഞു. കലിപ്പാവൂ പുള്ളിക്കാരൻ? കളിക്ക് പിന്നെ ദേഷ്യപ്പെടും. അത് അത്രയ്ക്ക് ഇതായോണ്ടേ, അല്ലാതെ അങ്ങനെ ദേഷ്യപ്പെടാത്ത അടിപൊളിയാ വർക്ക് ചെയ്യാൻ. കാരണം എനിക്ക് തോന്നുന്നു പുതിയ ഒരാൾ ഡയറക്ഷൻ പഠിക്കാൻ പറഞ്ഞെങ്കിൽ വിനയന്റെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ തെളിയും പെട്ടെന്ന്. ഭയങ്കര അടിപൊളിയാ. ഞാനും അതുപോലെ തന്നെ അവരെല്ലാവരും. ഞാൻ പറയില്ല, അവർ ആ ഒരു ടീമിൽ എത്തിപ്പെടാൻ പറ്റിയത് തന്നെ ഒരു ഭാഗ്യമെന്നാണ് ഞാൻ. ബേസിലായിട്ടായാലും ബേസിലായിട്ട് മിന്നൽ മുരളിക്ക് വിളിച്ചിരുന്നു, എനിക്ക് പോകാൻ പറ്റിയില്ല. ഗോതയ്ക്കും വിളിച്ചിരുന്നു, പോകാൻ പറ്റിയില്ല. വേറെ പടങ്ങളായിരുന്നു. അത് ഭയങ്കര നഷ്ടമായി പോയി. ഇപ്പൊ അതിരടി നടക്കുന്നു, അതിനെ വിളിച്ചിരുന്നു. ആ ടീം, ആ ഡയറക്ടർ മാനവായിരുന്നു. പോകാൻ പറ്റിയില്ല. അദ്ദേഹം സഹായിച്ച് കുഴപ്പമില്ല, വർക്കുകളുണ്ട്. ഈ വിനീതന്റെ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാ ആളുകളും ഏറ്റവും ആദ്യം പറയുന്ന കാര്യമായിരിക്കും വിനീതന്റെ ഈ ഭക്ഷണത്തോടുള്ള ഒരു പരിപാടി. ഞാൻ ആദ്യമായിട്ടാണ് ഈ വേണു ബിരിയാണി എന്നൊക്കെ ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. ഞാൻ ഇപ്പഴാ കേൾക്കുന്നത്. വേണു ബിരിയാണിയാ, ഗംഭീർ ബിരിയാണിയാ, കോയമ്പത്തൂരുള്ള. കോയമ്പത്തൂര്. അതെ അതെ. പിസ്റ്റൽ വല്ല കയ്യിലുണ്ടോ? ഉണ്ടോ? ചെറുതേ ഉള്ളൂടാ. ഞാൻ അല്ലാതെ ഒന്നും കൊണ്ടുവന്നിട്ടില്ല. ഇതേ ഉള്ളൂ. ഇത് അല്ലാതെ ഒരാൾക്ക് തന്നതാണ് എനിക്ക്. സിനിമയുടെ സിനിമയുടെ മറ്റേ വലുതേ ഉള്ളൂ. ഇപ്പൊ കാണിക്കാനും പറ്റില്ലല്ലോ. ഈ കോയിനൊക്കെ വെറുതെ വെച്ചേക്കുന്നു? അല്ല, വെറുതെ ഞാൻ സിഗരറ്റ് വെട്ടി. ഇതൊക്കെ നമ്മള് സ്വന്തം സാധനം. ഈ മാലയും സാധനങ്ങളും കാര്യങ്ങളും എല്ലാം. മാല ഇതൊക്കെ വെടിക്കെട്ട് പടത്തില്. താജ്മഹലിന് എന്തെങ്കിലും കഥ പറയാനുണ്ടോ? ഏത് പടത്തിന്? ഇല്ല, ഏതോ പടത്തിന് അടിച്ചതാണ്. മറന്നു. കുഞ്ഞൽദോ ഏതോന്നാണ് സിനിമയാണ്. കുഞ്ഞൽദോ ഏതാണെന്നോ ഓർമ്മയില്ല. പറഞ്ഞപ്പോഴാ ഓർമ്മിച്ച. ഇതൊക്കെ ഇത് നമ്മളെ ആർട്ടിലെ മയൂട് തന്നെ. അവന്റെ വീട്ടിൽ പോയി പടാ, ഇത് നീ കൊണ്ട് വീട്ടിൽ കൊണ്ടിട്ടോടാ. അങ്ങനെ തന്ന കുറെ ഐറ്റങ്ങളുണ്ടോ വെച്ചാൽ ഓരോരുത്തർ ഇതായിട്ടിരിക്കുന്ന പാവം നമ്മളൊരു ഫ്രണ്ട് ഗിഫ്റ്റ് തന്നത് ആടക്കുന്നത്. പിന്നെ ഏതാണ്ട് ഒരാൾ എഴുതി ഗിഫ്റ്റ് എനിക്ക് കൊറിയർ അയച്ചത്. നമ്മളൊരു ഫ്രണ്ട് അയച്ചു തന്നതാണ്. അവ ഒരു പേഴ്സ്, എനിക്കിങ്ങനെ കുറെ ഐറ്റങ്ങൾ ഇങ്ങനെ വരും. പിന്നെ അവരെന്നാ ഗിഫ്റ്റ് ഞാൻ കളഞ്ഞിട്ടില്ല, അങ്ങനെ അഡ്രസ്സോടെ ബോക്സ് അടിച്ച് വെച്ചിട്ടുണ്ട്. ഈ നമ്മുടെ ഇപ്പം അത്രയും പേഴ്സണൽ ആയിട്ടുള്ള ഒരു സ്ഥലമായിരിക്കും റൂം എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇതിങ്ങനെ എല്ലാവരും ഒന്ന് സ്ക്രീൻ ചെയ്യാൻ അല്ലെങ്കിൽ വീഡിയോ എടുക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നം? നമുക്ക് സന്തോഷമല്ലേ. കാരണം ഇതിപ്പോ എന്തായാലും വേറൊരാൾ കാണുമ്പോൾ ഇവന് വട്ടാണെന്നേ പറയുള്ളൂ. എനിക്ക് എത്രത്തോളം നെഗറ്റീവ് കിട്ടണം അത്രത്തോളം എനിക്ക് ഇഷ്ടം. അങ്ങനത്തെ ഒരാളായ പിന്നെ ഒരാൾ ചെയ്യില്ലെന്ന് പറഞ്ഞാൽ എനിക്കത് ചെയ്തേ പറ്റൂ. പിന്നെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടം. മച്ചാൻ ചിലപ്പോൾ ഇതൊന്നും ഇത് ഇവിടെ കിടന്നാൽ പുറക്കം കിട്ടൂലായിരിക്കാം. ചിലപ്പോൾ ഓരോരുത്തർക്ക് ഓരോ ഇതുണ്ടാവും. കുഴപ്പമില്ല, ഞാൻ ഹാപ്പിയാണ്. ഇവിടെ ചെടികളുണ്ട്. പിന്നെ വീട് അച്ഛനും അമ്മയും സപ്പോർട്ടാണ്. ഞാനില്ലെങ്കിൽ പോലും അവർ തന്നെ നോക്കും. ആദ്യം ഈ ആർട്ട് അല്ലെങ്കിൽ സെറ്റ് അസോസിയേറ്റ് അല്ലേ പരിപാടിയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് വീട്ടുകാർക്ക് എതിർപ്പുണ്ടായിരുന്നു? ഒരിക്കലും ഇല്ല. നിനക്ക് നിന്റെ ഇഷ്ടത്തിനുള്ള യാദർച്ഛികമായിട്ട് അച്ഛൻ്റെ കൂട്ടുകാരൻ വഴിയാണ് ഞാൻ മെർലാൻഡ് സ്റ്റുഡിയോയിൽ തന്നെ പോകുന്നത്. അങ്ങനെയാണ് ശരിക്കും. ഞാൻ പറയാം, പുല്ലുവട്ടം പോയി ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അജീഷ് ചേട്ടനാണ് എന്നെ പിന്നെ സീരിയലിൽ നിർത്തിയത്. അജീഷ് ചേട്ടൻ, ബൈജു വിതിര, മൊട്ടമൂട്, വിജയൻ ചേട്ടൻ, ആർ കെ രാധാകൃഷ്ണൻ, ഇങ്ങനെ കുറെ ആടായിട്ടുണ്ട്. ഇപ്പോഴും കോൺടാക്ട് ഉള്ളത് അജീഷ് ചേട്ടനാണ്. അജീഷ് ചേട്ടൻ ഇപ്പോഴും സീരിയലിന്റെ മുകളിലാണ് ആർട്ട് ഡയറക്ടർ. പിന്നെ ഡയറക്ടർ, മെയിൻ പ്രൊഡക്ഷൻ ഡിസൈനർ ആർട്ട് ഡയറക്ടറിന്റെ കീഴിലാണ് നമ്മളില്ല. ഞാൻ ഇതുവരെ സിനിമ ഇൻഡിപെൻഡന്റ് ചെയ്തില്ല. സ്വന്തമായിട്ട് ചെയ്ത സിനിമ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആർട്ട് ഡയറക്ടർ ജ്യോതിശങ്കർ ആയിരുന്നു. ജോസഫ് എന്നാണ് സിനിമ. അപ്പം കുമ്പളങ്ങി നൈസ് തുടങ്ങിയപ്പോൾ ജ്യോതിഷേട്ടൻ അങ്ങോട്ട് പോയി. അങ്ങനെ ഞാൻ നിന്ന് ജോസഫ് എന്ന് പറഞ്ഞ പടം ഞാൻ കൂടെ കുറച്ച് ആത്മാർത്ഥമായിട്ട് നിന്ന് അങ്ങനെ ചെയ്തിട്ടുണ്ട്. ആർട്ട് ഡയറക്ടറിലേക്ക് എന്നായിരിക്കും ഒരു ആർട്ട് ഡയറക്ഷനിലോട്ട് എനിക്ക് വിനീതേട്ടന്റെ പടം ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം. വിനീതേട്ടൻ ചെയ്യുന്ന ഒരു പടം, അല്ലെങ്കിൽ പറഞ്ഞ ഈ ജ്യോതിഷേട്ടൻ ഡയറക്ട് ചെയ്യുന്ന പടം ഇൻഡിപെൻഡന്റ് ആവണമെന്നുണ്ട്. കാരണം എനിക്ക് കണ്ണൻ ചേട്ടനാണ്. കണ്ണനാണ് മറ്റേ ഈ പാട്ടൊക്കെ എഴുതിയ പാടിയ ആളാ. മറ്റേ പാടിയത് നമ്മളെ ബാസിയ, മറ്റേ ഇങ്ങാട്ട് നോക്കുന്ന പുനീഷ് കണ്ണൻ എന്ന് പറയാം, കണ്ണേട്ടനാ. അപ്പം ഞാൻ ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ ഇൻഡിപെൻഡന്റ് ആയിക്കോട്ടെ എന്ന് ചോദിച്ചത് ജോയിഷന്റെ കൂടെ. ജോയിഷൻ ഡയറക്റ്റ് ചെയ്യുമ്പോൾ ഞാൻ ആ ഡയറക്ടർ ആയിക്കോട്ടെ പുള്ളി പറയാം, നമ്മുടെ സമയം ആവട്ടെന്ന് പറഞ്ഞു. പിന്നെ നമ്മളെ ആശാന്റെ പടം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ബേസിക്കലി
ടീമൊക്കെ ഉണ്ട്. എനിക്ക് പറ്റിയൊരു അബദ്ധം വിദ്യാഭ്യാസത്തിന്റെ ഒരു പ്രശ്നം ഭയങ്കര ഇതായിരുന്നു. എഴുത്ത് പരിപാടി കാര്യങ്ങൾ എനിക്ക് അത് ഭയങ്കരമായിട്ട് പ്രശ്നമുണ്ട്. ഞാൻ 10 വരെ പഠിച്ചിട്ടുണ്ടായിരുന്ന പോലും എഴുത്ത് പരിപാടി എനിക്ക് പറ്റൂല. കാരണം ഇപ്പോൾ എഴുതുന്ന പറഞ്ഞാൽ തന്നെ എൻ്റെ അഡ്രസ്സും എഴുതും, ബാക്കി അത്യാവശ്യം അങ്ങനെ എഴുതുള്ളൂ. ഇംഗ്ലീഷ് ഇപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവും, തിരിച്ച് പറയാനും പിടിച്ചു നിൽക്കും അത്യാവശ്യം, നോ പ്രോബ്ലം. അതിൻ്റെ ഒരു ഭയങ്കര ഒരു പോരായ്മ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. എനിക്കൊന്നുമില്ല, പക്ഷേ ചുമ്മാ ഇങ്ങനെ കൊണ്ടു നടക്കും വെറുതെ. അപ്പോൾ അതേ അതിൻ്റെ ഇതെൻ്റെ ഉണ്ടായിരുന്നു ഈ സാധനം. ഇതും സാധാരണ ഇതല്ലേ? പിന്നെ മറ്റേ സിപ്പോയും അത് ഇതൊക്കെ എൻ്റെ ഓർമ്മയുണ്ട്. എനിക്ക് എപ്പോഴും അടിച്ചു നടക്കുന്ന സാധനം ഇതാ എപ്പോഴും. ഇത് പിന്നെ കൊണ്ട് ഫില്ല് ഇത് ഈ പടത്തിന് വാങ്ങിച്ചതാ പ്രണവിൻ്റെ. പിന്നെ ഫില്ല് ചെയ്യും. രസോ പക്ഷെ ഇത് ചില വിചാരം ഫുൾ ടൈം വലിയ വിചാരിക്കും. അപ്പൊ അങ്ങനെ ഞാൻ കുറെ പെട്ടിട്ടുണ്ട്. അപ്പൊ ഇൻഡിപെൻഡന്റ് ആവണം, ഡയറക്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, അതിന്റെ പരിപാടി നടക്കുന്നുണ്ട്. എല്ലാത്തിനും പൈസ വേണം. എനിക്ക് തോന്നിയത് ഈ സിനിമയിൽ ബന്ധങ്ങൾ ഉണ്ടായിട്ടൊന്നും ഒരു കാര്യമില്ല. നമ്മളൊരു ഭാഗ്യം, നമ്മൾ ട്രൈ ചെയ്യാം, ഒരു ഭാഗ്യം എന്നാവുള്ളൂ. അങ്ങനെ രക്ഷപ്പെടണം. ഇപ്പൊ ഇതുവരെയെങ്കിലും എത്തിയില്ലേ നമ്മള്, അതൊരു ഭാഗ്യം. ഇപ്പൊ പുതുതായിട്ട് വരുന്ന ഒരു ആർട്ട് ഡയറക്ടർ ആവണമെന്ന് വരുന്ന പറയുന്ന ഒരു പയ്യനോട് ചേട്ടൻ എന്തായിരിക്കും പറയാനുള്ളത്? നല്ലൊരു ടീം വേണം. ഞാനൊരു ഉദാഹരണം എനിക്ക് തോന്നിയൊരു കാര്യം, ഇപ്പോൾ ആർട്ട് ഡയറക്ടർ അടിപൊളിയായിരിക്കാം, ആർട്ട് ഡയറക്ടർ വലിയൊരു താജ്മഹൽ സെറ്റ് ഇട്ടിട്ട് കാര്യമില്ല. സെറ്റ് നിൽക്കണം, നമ്മളൊരു ഡിലേ വരുത്തി കഴിഞ്ഞാൽ ആർട്ട് ഡയറക്ടറിന്റെ ചീത്തപ്പേരാവുള്ളൂ, ടെൻഷൻ അടിച്ചു. നമ്മൾ സെറ്റ് നിൽക്കുന്ന നമ്മൾ കറക്റ്റായിട്ട് പ്രോപ്പർട്ടിയും കാര്യങ്ങളും കൊടുത്തില്ലെങ്കിൽ ആർട്ട് ഡയറക്ടറിന് ഒരു മനസ്സമാധാനം ഉണ്ടാവത്തില്ല. എനിക്ക് തോന്നിയ എൻ്റെ ഒരു കാര്യം, അപ്പോൾ ആർട്ട് ഡയറക്ടർ ഉണ്ടാവും, ആർട്ട് അസോസിയേറ്റ് ഉണ്ടാവും, ഇവരെല്ലാവരും ഒരുമിച്ചുള്ളൊരു കോംബോ ആണ് സംഭവം. എനിക്ക് സുഖമായിട്ട് ഇൻഡിപെൻഡൻ്റ് ആവായിരുന്നു. ഞാൻ പിന്നെ മടിച്ചങ്ങനെ നിൽക്കുന്നതാണ്. നമ്മളൊരു ടീമുണ്ട്, നല്ലൊരു ടീമൊക്കെ സെറ്റായി നിന്ന് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഭാരം നമ്മൾ എടുക്കാനുള്ള സമയം എടുക്കും. ഈ കൂട്ടത്തിൽ ഏറ്റവും മെനക്കെടുത്തിട്ടുള്ള വർക്ക് ഏതായിരിക്കും? ഏറ്റവും കൂടുതൽ മെനക്കെട്ടത് കഷ്ടപ്പെട്ട പടം കാർബണാണ്. എത്രാമത്തെ സിനിമയായിരുന്നു കാർബൺ? എനിക്ക് തോന്നുന്നു 7-8ാമത്തെ സിനിമയാണ്. വേണു സാറിൻ്റെ കൂടെ വർക്ക് ചെയ്തത്. അതിനകത്തായിരുന്നു നമ്മുടെ കമ്പിന്റെ വള്ളി. കമ്പിന്റെ കഥയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നല്ല കഷ്ടപ്പെട്ട പടം, കാട്ടിനകത്തൊക്കെ പോയത്. പിന്നെ അതുകൂടാതെ പിന്നെ ഈ പൊന്മാൻ ഫുള്ള് ചെളിയിലൊക്കെ ആയിരുന്നു, ഫുള്ള് രാത്രി ഫുള്ള്. അത് നല്ല എല്ലാ സിനിമയും കഷ്ടപ്പാടുണ്ട്, ഇല്ലാന്നല്ല. എൻജോയ് ചെയ്ത് ഇതൊന്നും അറിയാതെ എൻജോയ് ചെയ്യുന്ന പടം മൊത്തം വിനീതരുടെ പടമാണ്. ഭയങ്കര പാട്ടും ബഹളവും ഡാൻസും പരിപാടിയൊക്കെ. ഈ കാർബണിലല്ലായിരുന്നു ഒരു ആക്സിഡന്റ്? ഇനി ഞാൻ കൊക്കയിൽ വീണതും കുറച്ച് 10-15 താഴോട്ട് പോയി. അതൊരു 4 മണിക്ക് ശേഷം അവിടെ ആന ഇറങ്ങുന്നൊക്കെ സ്ഥലമാണ്. അപ്പൊ ഈ 5 എന്ന് പറഞ്ഞ സ്ഥലം അപ്പോഴേ മഴ പെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര വശപ്പുള്ള മണ്ണ. ഇത് കാല് വെച്ച് കഴിഞ്ഞാൽ എടുക്കുമ്പോൾ പാടാം, മണ്ണടക്കാൻ വരുള്ളൂ. ഒരു സൈഡ് കുക്ക, ഈ സൈഡ് നല്ല ഫുള്ള് കാടായിരുന്നു. അപ്പം അമ്മയും പകതൊക്കെ എല്ലാവരും കയറ്റി വിട്ടിട്ട് ഞാൻ ഈ ബാഗ് ഇട്ടിക്കായിരുന്നു. പകതിൻ്റെ ബാഗ് നമ്മളെല്ലാം ബാഗ് വെയിറ്റ് കൊണ്ടിരിക്കുന്നതായപ്പോൾ എൻ്റെ ബാലൻസ് തെറ്റിപ്പോയി, ഒരു മരത്തിലെ കുറ്റിയിലിടിച്ച് കിടന്നു. അങ്ങനെ കുറേ ആക്സിഡൻറ്റുകൾ എനിക്ക് പറ്റിയിട്ടുണ്ട്. ഇപ്പം എന്നാത്ത കേസ് ഒരു അവസാനം ക്ലൈമാക്സ് ലോറി മറിയുമ്പോൾ ഞാനും അകത്തിരിക്കുകയായിരുന്നു. അത് പറഞ്ഞു അതെൻ്റെ 25 കൈയൊക്കെ ക്ലൈമാക്സ് ഒന്ന് ഫുള്ള് സ്റ്റിച്ചൊക്കെ ആയി. ഭയങ്കര ആക്സിഡൻറ്റ് പറ്റി അത്. പിന്നെ വെടിക്കെട്ട് പടത്തിൽ ഷോക്ക് അടിച്ച് ICUലായിരുന്നു. അങ്ങനെ കുറേ അവസ്ഥകളൊക്കെ പറ്റിയിട്ടുണ്ട്. ഭാഗ്യത്തിനൊക്കെ രക്ഷപ്പെട്ടത്. അയ്യോ പിന്നെ എല്ലാവരും ഭാഗ്യം അവര് സഹായിച്ചു. എല്ലാവരും കുറേ ദിവസം വീട്ടിലൊക്കെ ആയിരുന്നു, അവരെല്ലാവരും ഹെൽപ്പ് ചെയ്തു. പരിപാടിയിലേക്ക് ഇറങ്ങാനായിട്ട് വരുന്ന ആരെങ്കിലും സജസ്റ്റ് ചെയ്യും? എങ്ങനെ ഏതെങ്കിലും പുതിയ പിള്ളേർ വന്നിട്ട്? പുതിയ പിള്ളേർ വരാണെങ്കിൽ നമുക്ക് ഓക്കെ ആണെങ്കിൽ പിന്നെ മെമ്പർഷിപ്പ് എടുക്കണം, നാടായിട്ടനും ഓക്കെ ആവണം, പിന്നെ നോക്കും. കയറി വരാൻ ഭയങ്കര പാടാണ്. ഞാൻ പറയാം, എല്ലാവരും സിനിമ ആഗ്രഹിച്ച് വരും, വന്ന് എല്ലാവരും വിചാരിക്കും ആർട്ടിസ്റ്റോട് ഫോട്ടോ എടുക്കാൻ വരച്ചെടുക്കാം. നമുക്കതല്ല, വർക്ക് കിടക്കണമല്ലോ. പിന്നെ ആഗ്രഹമുള്ളത് എന്താണ് നിന്ന് പോകും, ഉറപ്പായ കാര്യം. സിനിമ എന്ന് പറയുമ്പോൾ എല്ലാവരും ഈ പൊതുവെ വെളിയിൽ കാണുന്ന ഈ സ്റ്റാർഡം, സെലിബ്രിറ്റി സ്റ്റാറ്റസ്, ഈ സാധനങ്ങൾ അവിടെ വരുമ്പോൾ ഇതൊന്നും കാണൂല. അവിടെ പണി കിടക്കണം, ജോലി കിടക്കണം. ഞാൻ പറയില്ല, എൻ്റെ നാട്ടിൽ നിന്ന് കുറേ പേരൊക്കെ ഉണ്ട്. ഞാൻ സോമയ്യപ്പൻ സീരിയൽ ചെയ്യുന്ന സമയത്ത് നമ്മളെ പയ്യനൊക്കെ വന്നു. അപ്പോൾ അതിൽ ഇവിടെ കുതിരമാളിയിലാണ് ഷൂട്ടായിരുന്നു. അപ്പോൾ അതിൽ ഹംസനായിട്ട് അഭിനയിക്കുന്ന സായികുമാറാണ്. സായികുമാറിൻ്റെ ചെയർ വന്നില്ല, സിംഹാസനം മെറിലാൻഡ് സ്റ്റുഡിയോയിൽ കിടക്കുന്നേ ഉള്ളൂ. അപ്പം അതെടുക്കാൻ എൻ്റെ കൂട്ടുകാരനെ വിട്ടു. ഇവ ഈ സിംഹാസനമൊക്കെ തലയിലെടുത്ത് വെച്ച് കൊടുത്തിട്ട് അവിടെ കൊണ്ടുപോയിടാന്ന് പറഞ്ഞു. എൻ്റെ ചേട്ടനായിട്ട് വരും. നമുക്ക് വർക്കിൻ്റെ ഇടയിൽ അമ്മയെ പെങ്ങളോ ചേട്ടൻ അവിടെ വർക്ക് കിടക്കണം. അപ്പോൾ ഞാൻ നീ ചെയർ എടുത്തിട്ടുണ്ടോ ഞാൻ അകത്ത് ഇറക്കുമ്പം ആ സമയത്ത് രാജാവിന് ഉള്ള ചെയറാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ബാക്കിയെല്ലാം തോഴികൾ ഇങ്ങനെ നിൽക്കുക, 2 സൈഡ് എല്ലാം ആ പഴയ മുലക്കച്ചയൊക്കെ കെട്ടി പഴയ എല്ലാവരും ഇങ്ങനെ നിൽക്കുക. യവ ഈ ചെയറും കൊണ്ട് അകത്തത്തെ എല്ലാവരെയും കണ്ട് യവ അങ്ങ് പാനിക്കായി പോയി. ഇത്രയും പെൺപിള്ളേടെ കൂടെ യവ എങ്ങനെ ചെയർ കൊണ്ടുവരുമെന്ന് അവൻ ആകെ ഇതായി. ചെയർ കൊണ്ടിട്ടിട്ട് എന്നെ തെറിയും പിടിച്ചിട്ട് ഇറങ്ങി ഒറ്റ പോക്ക്. കാരണം അവ ഇത്രയും പെൺപിള്ളേരുടെ ഇടയിൽ ചെയർ തൂക്കിക്കൊണ്ട് അവനൊരു ഭയങ്കര ഇതായി തോന്നി. നമുക്കതൊന്നുമില്ലല്ലോ, ഇപ്പോൾ തൂക്കാൻ പറഞ്ഞാൽ തൂക്കണം, ചാണാൻ വരാൻ പറഞ്ഞ് ചാണാൻ വരേണ്ടി വരും. നമ്മുടെ ജോലിയാണ്. അവിടെ നമ്മൾ ഭയങ്കര നോക്കിയിട്ടൊന്നും കാര്യമില്ല. അത് സിനിമ നിൽക്കുന്നവർക്കറിയാം നമ്മുടെ ജോലി എന്താണ്. ചിലപ്പോൾ നല്ല ഡ്രസ്സ് ഇട്ട് നിൽക്കാൻ പറ്റില്ല,
മൊത്തം അഴുക്കൊക്കെ മൊത്തം ഇതാക്കും. നമ്മുടെ ജോലി ഏതാ, അതാ ഇൻഡസ്ട്രി അകത്തേക്കുള്ളവർക്ക് അറിയാൻ പറ്റും. ചിലവർ വന്ന് ഷർട്ട കൂടാതെ ഇങ്ങനെയൊക്കെ നിൽക്കും, അങ്ങനെയുള്ളവർക്ക് പറ്റില്ല. അത് ഞാൻ പറഞ്ഞ ഇതിനോട് അത്രയും ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഒരു സാധനം പറ്റുള്ളൂ. അല്ലാതെ വെറുതെ സിനിമയെന്ന് പറഞ്ഞിട്ട് എന്നും പറയാനില്ലെങ്കിൽ ഒരു സിനിമ അല്ലെങ്കിൽ ഈ ഫീൽഡിലേക്ക് എത്തണം എന്ന് തോന്നുന്ന ഒരു പരിപാടി ഒരിക്കലും ഞാൻ വിചാരിച്ചതല്ല. ഇങ്ങനൊരു ഇൻഡസ്ട്രിയിൽ ഞാൻ വരുന്നേ യാദർശികമായിട്ട് വന്ന് ഇതിനോട്ട് യാദർശികമായിട്ട് വന്നു സംഭവം ഭയങ്കരമായിട്ട് പിന്നെ ഒരു പാഷനായി ഇഷ്ടപ്പെട്ടു, പിന്നെ അതിലോട്ട് ഇറങ്ങിയതാണ്. ഞാൻ പറയാം ഇതിലേക്ക് വേണ്ടി പഠിക്കുകയോ അങ്ങനെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ പറയാം ലക്കി ഒരു ഭാഗ്യം എന്ന് പറയാം ഇതുവരെ എത്തിയത്. ഇപ്പം തന്നെ നമ്മളെ ഓരോരുത്തർ ഞാനിപ്പോൾ ഈ പ്രണവിൻ്റെ ഈ പടം കണ്ടിട്ട് എനിക്ക് ഒരുപാട് മെസ്സേജ് അയക്കുന്നു. ഞാൻ വന്നു പോണ ചെറിയൊരു ഷോട്ടേ ഉള്ളൂ ഫസ്റ്റ്, അതും ആൾക്കാരെ കണ്ട് തിരിച്ചറിഞ്ഞു. അമരോളയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ കൂടുതൽ അമരോള എല്ലാവരും വിളിക്കാറ്. പ്രശാന്ത് എന്നുള്ള പേര് കുറേ ഉള്ളതുകൊണ്ട് ഞാൻ ആരും പ്രശാന്ത് എന്ന് പറയില്ല, അമരോള എന്ന് അമരു എന്ന് എല്ലാവരും വിളിക്കും. അപ്പോൾ പ്രശാന്ത് ഏട്ടാ നമ്മള് ഇവിടെ വന്ന് സിനിമയുടെ വലിയൊരു മ്യൂസിയം കണ്ടിറങ്ങിയ ഒരു ഫീൽ ഉണ്ട് സത്യം പറഞ്ഞ. വീട്ടിൽ നിന്ന് ചെറിയൊരു വീടാ, ചെറിയ വീടാണെങ്കിൽ എന്തോ ഒരു സിനിമകളുടെ സാധനം ഇവിടെ ഇരിക്കുന്നത് വെച്ചിട്ടുണ്ട്. സെറ്റ് പോകുമ്പോഴേ കളിയാക്കും ഈ പടത്തിൽ ഏതാ അടിച്ചോണ്ട് പോണേന്നൊക്കെ. എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വരുന്ന സിനിമകൾ കാരണം നിങ്ങൾക്ക് ഈ വീട് പോരാതെ വരണം. ഒരു 2 നിലയും കൂടെ നിങ്ങൾ എക്സ്ട്രാ വെക്കണം. അപ്പം എന്തായാലും ഇവിടെ വന്നതിലും ഇതെല്ലാം കാണുന്നത് ഒരുപാട് സന്തോഷം. ഓക്കെ തീർച്ചയായിട്ടും. ചേട്ടനും താങ്ക്സ്.